അറിയിക്കുന്ന ഒരു പ്രോജക്റ്റ്, അങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിനും ഇന്ന് നല്ല സുഖമില്ല. എന്നാലും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ ആവശ്യമായ എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായി അദ്ദേഹവും ഓൺലൈനിൽ കയറിയിട്ടുണ്ട്. ജയരാമൻ, വെൽക്കം. താങ്ക് യു സാർ. ഞാൻ വീഡിയോ ഓൺ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പ്രോജക്റ്റിൽ നിങ്ങൾ വളരെ എത്രയോ 10-13ഓളം ടോക്കുകൾ, ഓൺലൈൻ ടോക്കുകൾ ഇതിൽ നടന്നിട്ടുണ്ട്. അതിന് പുറമെ നിങ്ങളെ മെൻറ്റർമാർക്കൊരു ഓൺലൈൻ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ നിങ്ങളിൽ പലരും, നിങ്ങളുടെ മെൻറ്റർ ടീച്ചേഴ്സും ഒട്ടേറെ കാര്യങ്ങളൊക്കെ സംശയ നിവൃത്തി വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോജക്റ്റിൻ്റെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മൾ ജൂലൈ 2022 ഈ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രൗണ്ടിൽ ഇറക്കിയത്. അപ്പോൾ അന്ന് മുതൽക്ക് ഈ ജൂലൈ മിഡിൽ, അതായത് ജൂലൈ മധ്യം വരെയാണ് നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ 1 വർഷത്തെ കാലാവധിയുള്ളത്. അത് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് തീരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇതിനു മുമ്പ് പറഞ്ഞതാണെങ്കിലും അത് മറ്റൊരു ഭാഷയിൽ ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമതായിട്ട് നമുക്ക് എല്ലാ കുട്ടികളിലും ഇന്നവേഷൻ, അതായത് ഏത് സംഗതിയും പഴയതിൽ നിന്ന് അല്പം തെന്നിമാറി, അല്പം വ്യത്യസ്തമായി, ചെറിയൊരു പുതുമയോടുകൂടി, കൂടുതൽ എളുപ്പത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ചെലവില്ലാതെ, അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ കാര്യക്ഷമമായി ഒക്കെ തന്നെ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു ചെറിയ ആശയം ഉന്നയിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്നവേഷൻ എന്ന് പറയുന്നത്. ഇത് ഇൻവെൻഷനുമായിട്ട് വളരെ വ്യത്യസ്തമാണ്. ഈ കാര്യങ്ങൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ടെങ്കിലും ഇൻവെൻഷനെ പോലെയുള്ള വലിയ വലിയ കണ്ടുപിടുത്തങ്ങളല്ല ഇന്നവേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ ചില ഇന്നവേഷനിൽ, അതായത് ഈ പുതുമ കണ്ടെത്തുന്നതിൽ, പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗം കണ്ടെത്തുന്നതിൽ, അതൊരുപക്ഷെ ചെറിയൊരു മാറ്റമായിരിക്കാം. പക്ഷെ ആ ചെറിയൊരു മാറ്റം കൊണ്ട്, ചെറിയൊരു മാറ്റം പ്രവൃത്തിയിൽ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു മാറ്റം അതിൻ്റെ ഫലത്തിൽ കിട്ടുന്ന ആ രീതിയിലുള്ള വളരെ സുപ്രസിദ്ധമായ ഇന്നവേഷനുകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നവേഷനെ നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് കാണുകയില്ല. പക്ഷേ ഇന്നവേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നവേറ്ററായിട്ടുള്ള, അതായത് ഇന്നവേഷൻ അല്ലെങ്കിൽ ഈ പുതുമ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആളുടെ തലയിൽ ഒരു കൊള്ളിയാൻ മിന്നുക എന്ന് നമ്മൾ പറയുമല്ലോ, വളരെ പെട്ടെന്നൊരു ബ്രെയിൻ വേവ് പോലെ ഒരു ഐഡിയ ഉണ്ടാവുക. ആ ഐഡിയ നമ്മളൊന്ന് പ്രയോഗിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നവേഷൻ്റെ പല മുഖങ്ങളും കാണുന്നത്. പക്ഷേ ഈ ഒരു ബ്രെയിൻ വേവ് കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ ശരിയാണെന്നും അതേപോലെ തന്നെ അതേ അളവിൽ തെറ്റാണെന്നും നമുക്ക് പറയാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്നവേഷൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ പുതുമയെ അന്വേഷിക്കുവാനുള്ള നമ്മളെ ഒരു കൗതുക ബുദ്ധി എല്ലാവരിലും ഉണ്ട്. ജനിച്ച നാൾ മുതൽക്കുണ്ട്. കൊച്ചായിരുന്നിട്ട് നമ്മൾ ഇഴഞ്ഞ് നടക്കുന്ന കുട്ടി ഇരുന്ന് തുടങ്ങുമ്പോഴും, ഇരുന്ന് തുടങ്ങിയ ഒരു കുട്ടി നടന്നു തുടങ്ങുമ്പോഴും ഒക്കെ തന്നെ ഈ ഇന്നവേഷൻ്റെ നമ്മുടെ ഉള്ളിലുള്ള ആ സ്പിരിറ്റാണ് പുതിയത് കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെ, തടസ്സങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു അന്വേഷണമാണ് ഈ കുട്ടിയുടെ കിടപ്പിൽ നിന്ന്
മുട്ടുകുത്തിയിരിക്കലും അത് കഴിഞ്ഞ് നടക്കലും ഒക്കെ തന്നെ ആ ഒരു ഒരു പല ഘട്ടങ്ങളായിട്ടുള്ളത്. ഇങ്ങനെ നമ്മളെ ആ ഒരു ബോധം ഏറ്റവും ശക്തമായിട്ട് വരുന്ന ഒരു പ്രായത്തിലുള്ളവരെയാണ് ഞാനിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇന്നൊവേഷനെ കുറിച്ച് ഒട്ടേറെ ഗവേഷണം ചെയ്തിട്ടുള്ള ആളുകൾ പറയുന്നത് ഒരു 12 മുതൽക്ക് 15-16 വയസ്സ്, ഒരുപക്ഷെ 1-2 വർഷം അങ്ങോട്ടും ഒരുപക്ഷെ 1-2 വർഷം താഴോട്ടും ഇത് സ്പ്രെഡ് ചെയ്യാമെങ്കിലും ഏറ്റവും കൂടുതൽ ഈ അന്വേഷണ ത്വര ഉണ്ടാവുന്നത് ഈ പ്രായത്തിലാണ്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും നിങ്ങളുടെ ഗ്രൂപ്പിലാണ്. മറ്റുള്ളവരെ പ്രതീക്ഷ ഇല്ലെന്നല്ല, എന്ന് മാത്രമല്ല നിങ്ങളുടെ ഗ്രൂപ്പായതുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇതൊരു സത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോജക്റ്റിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിൽ പലരിലും ഉറങ്ങിക്കിടക്കുന്നതാണ്. ചില ആളുകൾ അത് സ്വല്പം നേരത്തെ തന്നെ ആവശ്യം കൊണ്ടോ അല്ലെങ്കിൽ ആരുടെ പ്രേരണ കൊണ്ടോ, അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ മറ്റ് സുഹൃത്തുക്കളുടെയോ ഒക്കെ പ്രേരണ കൊണ്ടോ നമ്മളിലുള്ള ഈ ഒരു ഇന്നവേറ്റീവ് സ്പിരിറ്റിനെ നമ്മൾ ചിലപ്പോൾ നേരത്തെ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ്സിൽ 50 പേരിയ്ക്കുമ്പോൾ അതിൽ 1-2 കുട്ടികൾക്ക് ഇന്നവേറ്റീവായിട്ടുള്ള പല ഐഡിയാസും പെട്ടെന്ന് വന്നു വരും. ഈ പ്രായത്തിൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ അങ്ങനെ ഒരെണ്ണം ചെയ്യുന്ന ആളെ ഒരു ഹീറോ ആയി അല്ലെങ്കിൽ ഒരു നേതാവായി കണക്കാക്കി അയാളുടെ കൂടെ പ്രവർത്തിക്കാനും അതിൽ അങ്ങനെ ഒന്നു ചേർന്ന് പോകാനൊക്കെ ശ്രമിക്കും. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ പ്രോജക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്പിരിറ്റ് എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഉണർത്ത് അതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഒറ്റയും തെറ്റയുമായി കാണുന്ന ചില വിദ്യാർത്ഥികൾ മാത്രം ചില ഇന്നവേഷൻസുമായി കൊണ്ടുവരുന്നതിന് പകരം നമുക്ക് ഒട്ടേറെ വിദ്യാർത്ഥികളിൽ നിന്ന് വളരെ വ്യാപകമായിട്ടുള്ള ഇന്നവേഷൻസ് നമുക്ക് ലഭ്യമാവും. അപ്പോൾ അതിന് വേണ്ടത് ഒന്ന്, ഇന്നവേഷൻ എന്താണ്, അതിലെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തലയിൽ ഉദിക്കുന്ന ഐഡിയാസിനെ നമ്മൾ പ്രയോഗവൽക്കരിക്കുവാനുള്ള ഒരു ശ്രമമാണ്. ഡോക്ടർ ജയരാമൻ അതിൽ തെറ്റുവല്ല ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ആ ഒരു പ്രവൃത്തിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നതിന് ഈ പ്രോജക്റ്റ്, എല്ലാ പ്രോജക്റ്റിനും നമ്മൾ ചെറിയൊരു പരിധികൾ അല്ലെങ്കിൽ ചില വേലികൾ വെക്കും. ആ വേലിക്കകത്തായിരിക്കും നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നത്. ആകമാനം പരത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോജക്റ്റ് ഫലം കാണില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള വേലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇത് ഫണ്ട് ചെയ്യുന്ന IRE ലിമിറ്റഡ്, ഇന്ത്യൻ ഡയറക്ട്സ് ലിമിറ്റഡ്, അവരും ഉദ്ദേശിക്കുന്നത് കൊല്ലം, ആലപ്പുഴ എന്നീ 2 തീര ജില്ലകളിലത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ, അതായത് എൻവയൺമെൻ്റൽ പ്രോബ്ലംസിനെ നമ്മൾ, അതായത് ഈ വിദ്യാർത്ഥികൾ അവരുടെ കണ്ണിൽ കൂടി എങ്ങനെ കാണുന്നുവോ അങ്ങനെ കണ്ട് അതിൽ നിന്ന് ഒട്ടേറെ പ്രശ്നങ്ങൾ നിങ്ങൾ ആര് തന്നെ ആയാലും, ഇതിൽ വളരെ ഇന്നോവേറ്റീവ് സ്പിരിറ്റ് ഇല്ലാത്ത ഒരാളായാലും ഏത് മനുഷ്യൻ പുറത്തിറങ്ങി നടന്നാലും ചുറ്റും ഒരു 8-10 പരിസ്ഥിതി പ്രശ്നങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 4 അംഗങ്ങൾ വീതമുള്ള ഗ്രൂപ്പുകളായിട്ട് ഈ പ്രോജക്റ്റിൽ പങ്കെടുക്കുന്ന ആളുകൾ തിരിഞ്ഞ് അവർ ഓരോ ഗ്രൂപ്പിലും 4 ആളുകളും ഒറ്റയായിട്ടും ഗ്രൂപ്പായിട്ടും അവരവരുടെ വീടുകൾക്ക് ചുറ്റും, അവരവരുടെ വിദ്യാലയങ്ങൾക്ക് ചുറ്റും, വീടുകളിൽ നിന്ന് വിദ്യാലയങ്ങളിലേക്ക് പോവുകയും തിരിച്ചു വരികയും മറ്റു ചില പരിപാടികൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പെരുമാറുന്ന ചുറ്റുപാടുകളിൽ കാണുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏതെങ്കിലും 1-2 എണ്ണം വീതം ഓരോ ആളും കണ്ടെത്തുകയും, അത് നമുക്ക് ഒരുപാടെണ്ണം ഉണ്ട്, അതിൽ നമുക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നിയിട്ടുള്ള 1-2 പ്രശ്നം നമുക്കെടുക്കാം. അങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ 4 പേരും കൂടിയിരുന്ന് ഒരു ചർച്ച നടത്തി ഇതിൽ ഒരെണ്ണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, മറ്റതിൻ്റെ പരിഹാരത്തിന് നമ്മൾ കുറച്ചുകൂടി ചുഴിഞ്ഞാലോചിച്ച് കുറച്ചുകൂടി സമയമെടുത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി സാമ്പത്തികമൊക്കെ കിട്ടിയാൽ നമുക്കതൊക്കെ ശരിയാക്കാൻ പറ്റും. പക്ഷേ
ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് സമൂഹത്തിന് ആവശ്യമുള്ളതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് കഴിയുന്നു. ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങളിൽ പലരും അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും ഇത് എപ്പോഴാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ വേണ്ടത് എന്ന് ഞങ്ങളോട് ചോദിച്ച് പലതവണ ഇമെയിലിൽ കൂടിയും അല്ലാതെയും ചോദിച്ച് വെച്ചിട്ടുള്ളതാണ്. അതായത് നിങ്ങളിൽ പലരും പ്രോജക്റ്റുമായിട്ട് ഒട്ടേറെ മുന്നേറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോഴിത് വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോജക്റ്റ് പ്രിപ്പറേഷൻ പീരീഡ് ഈ മെയ് 31 കൂടി കഴിയണം. ജൂൺ മാസത്തിൽ നമുക്ക് ഈ പ്രോജക്റ്റിൽ പങ്കെടുത്ത ഗ്രൂപ്പുകളെ നമ്മൾ ചെറിയ 1-2 ലെവൽ ടെസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ ഒരു കോൺടെസ്റ്റുകളിൽ കൂടെ, കോൺടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ പ്രശ്നം അല്ലെങ്കിൽ കണ്ടെത്തിയ പ്രശ്നത്തിൻ്റെ പരിഹാരം അത് മറ്റുള്ളവരുടെ മുമ്പാകെ അവതരിപ്പിച്ച് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കാൻ ഉള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ അതുവഴി നമുക്ക് കമ്പനിക്കായാലും ഗ്രീൻ എനർജി ഫോറത്തിനായാലും കേരള ഗവൺമെൻറ്റിനായാലും ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൊല്ലം ജില്ലയിലുള്ള, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ വേറൊരു ഗ്രൂപ്പും ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലുമുള്ള പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ അതിന് അവിടെ ജീവിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്ന, അവിടെ ജീവിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന, അവിടെ ജീവിച്ചുകൊണ്ട് അവിടെ ലഭ്യമായിട്ടുള്ള ഊർജം ഉപയോഗിക്കുന്ന, അവിടെ ലഭ്യമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്ന, അവിടെ ചുറ്റുപാടുമുള്ള വായു ഉപയോഗിക്കുന്ന, അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്കുണ്ടോ ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? അതിന് ഇതുവരെയും പരിഹാരം കാണാത്ത പ്രശ്നങ്ങളാണല്ലോ നമ്മൾ കണ്ടെത്തി അവതരിപ്പിക്കുക. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ എന്ത് തരത്തിലുള്ള ഒരു പരിഹാരമാണ് അവർക്ക് നിർദ്ദേശിക്കാൻ ഉള്ളത്? അത് ആ പരിഹാരം ശരിയായിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ ഒരു സൊല്യൂഷൻ ആകണമെന്നോ ഞങ്ങൾക്കോ അല്ലെങ്കിൽ IREക്കോ നിർബന്ധമില്ല. പക്ഷേ നമ്മൾക്ക് ആവശ്യം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്വയം പരിശീലനം ഈ പ്രോജക്റ്റിൻ്റെ കാലയളവിൽ നിങ്ങൾ നേടുകയും ഇത് അവതരിപ്പിക്കുന്ന വഴി അത്തരം കഴിവുകൾ കൂടുതലായിട്ട് ഇപ്പോൾ പ്രകടമാക്കാൻ കഴിയുന്ന കുറേ ആളുകളെയെങ്കിലും നമുക്ക് തിരഞ്ഞെടുത്ത്, ഇതിൽ മത്സരിച്ചിട്ട് അവസാനം 1-2 പേർക്ക് സമ്മാനമൊക്കെ കൊടുത്ത് കൈയടിച്ച് പോകാനുള്ള ഒരു പരിപാടിയല്ല ഇത്. നമ്മളിതിൽ നോക്കുന്ന ഇതിൽ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രശ്നപരിഹാരങ്ങളും എന്താണെന്ന് കണ്ടെത്തി അത്തരം ആളുകൾക്ക് കൂടുതൽ പ്രോത്സാഹനവും കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ അവസരങ്ങളും നൽകിക്കൊണ്ട് അവരെ ഈ രംഗത്ത്, കാരണം എല്ലാവരും എല്ലാതരം ജോലിക്കും മിടുക്കരായിക്കൊള്ളണമെന്നില്ല. ഒരേ വിഷയം, ഇപ്പം ഞാനൊരു എൻജിനീയറാണ്. ഞാൻ വളരെ കാലം ഇപ്പോഴത്തെ NIT കാലിക്കറ്റിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടുന്ന് പാസ്സായിട്ടുള്ള ഒരുപാട് കുട്ടികൾ പലരും ജോലിയിലൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് താല്പര്യമുള്ള ചില മേഖലകളിലേക്ക് ഇങ്ങനെ മാറി. അത്തരം മേഖലകളിലേക്ക് മാറുമ്പോഴാണ് അവർക്ക് വലിയ വലിയ വിജയങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകുന്നത്. അതല്ലാതെ നമുക്ക് താല്പര്യമില്ലാത്തൊരു ജോലിയിൽ താല്പര്യമില്ലാത്തൊരു വിഷയവുമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളാകെ ഒരു ഇടത്തരക്കാരനായി അല്ലെങ്കിൽ ഒന്നും പറയാനില്ലാത്ത ആളുകളായിട്ട് മാറിപ്പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാത്ത ആളുകളെ സൃഷ്ടിക്കുന്നത് വഴി മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ 10-24 പേര്, ചില സ്ഥലത്ത് അത്രയില്ല, ചില സ്ഥലത്ത് 12 പേരേ ഉള്ളൂ, ചില സ്ഥലത്ത് 20 പേരേ ഉള്ളൂ. അത് പ്രശ്നമല്ല. എങ്ങനെയായാലും ഒന്നിലധികം ഗ്രൂപ്പുകൾ ഉള്ള വിദ്യാലയങ്ങളിലുള്ള ആളുകളാണ് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിൽ പങ്കെടുക്കാത്തതായിട്ട് ഇത്തരം പ്രോജക്റ്റുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇമെയിലൊക്കെ എഴുതി അയച്ച് അവരുടെ പ്രശ്നത്തിന് ഞങ്ങളായിരുന്നുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ നേടി പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളും ഉണ്ട്. അവരും നിങ്ങളും കൂടിയാണ് ഈ പ്രോജക്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ജൂണിൽ ഈ കോൺടെസ്റ്റിന് വരുന്നത്.
അപ്പോൾ എനിക്ക് ഇപ്പോഴും ആമുഖമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയലാണ് ഞങ്ങളുടെ ജോലി. എന്നാൽ പോലും ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ജൂണിൽ ഈ മത്സരം എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ്. ഇപ്പോഴും ഞങ്ങൾ കണ്ടിരിക്കുന്നത് ജൂൺ 8-നും 12-നും ഇടയിലുള്ള ഒരു തീയതി. അത് നിങ്ങളുടെയൊക്കെ തന്നെ നിങ്ങൾക്ക് കൂടി മെച്ചമാണെന്ന് തോന്നുന്ന ഒരു തീയതി നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ചും എൻ്റെ ടീച്ചർമാർ, അവർക്ക് ജൂൺ 8-നും 12-നും ഇടയിലുള്ള ഒരു സൗകര്യപ്രദമായ ഒരു തീയതി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തീയതിയിലേക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ആ വിവരം മുൻകൂട്ടി നിങ്ങളെല്ലാം എഴുതിയും ഒക്കെ അറിയിക്കാം. അതിൻ്റെ ഒരു തിരനോട്ടമാണ് ഇന്നത്തെ ഞാനിപ്പോൾ ആമുഖമായിട്ട് പറയുന്ന ഈ കാര്യങ്ങൾ. അപ്പോൾ ജൂൺ 8-നും 12-നും ഇടയ്ക്ക് നിങ്ങളെ ഒന്നാം ഘട്ട മത്സരം കഴിയും. ഒന്നാം ഘട്ട മത്സരം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ തന്നെയാണ്. അതായത് നിങ്ങളുടെ വിദ്യാലയത്തിൽ ഒന്നിലധികം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിൽ അവർ ചെയ്ത പ്രോജക്റ്റുകളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ഏതാണ് എന്ന് നോക്കി അതിൽ നമ്മൾ ആദ്യമേ തീരുമാനിച്ചത് അതിലൊരു ഗ്രൂപ്പിനെ മാത്രമേ നമ്മൾ ജില്ലാ തലത്തിലേക്ക് വിടേണ്ട ആവശ്യമുള്ളൂ. കാരണം അങ്ങനെ നോക്കിയാൽ കൊല്ലം ജില്ലയിൽ നിന്നിപ്പോൾ 83 വിദ്യാലയങ്ങളാണ്, കോളേജുകളടക്കം ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ 83-ൽ നിന്നുമുള്ള ഏറ്റവും ശ്രദ്ധേയമാണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള പ്രോജക്റ്റുകളെല്ലാം വന്നാൽ തന്നെ ജില്ലാതലത്തിൽ നമുക്ക് അതിനെ വിലയിരുത്തി ഏറ്റവും നല്ല പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ പക്ഷെ ഒന്നുണ്ട്, ഈ 83 വിദ്യാലയങ്ങളിലും 6 ഗ്രൂപ്പുകൾ വീതമില്ല. ചില സ്ഥലത്ത് കുറച്ച് കുറവാണ്. അതെന്തായാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ കുറച്ച് പ്രോജക്റ്റ് അങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അപ്പുറം ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചില ആളുകളെങ്കിലും കൊഴിഞ്ഞു പോയി എന്ന് വരും, ചില ഗ്രൂപ്പുകളെങ്കിലും. അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതിനും വിരോധമില്ല. മൊത്തത്തിൽ നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിന്ന് പ്രസൻറ്റബിളായിട്ടുള്ള വർക്കുകൾ, അത് ആദ്യം 1 എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോഴ് ഞങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരാളെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വേറെ 1-ഓ 2-ഓ പ്രോജക്റ്റുകൾ അതീവ ശ്രദ്ധേയമാണ്, പക്ഷേ ഇതിൻ്റെ അത്രത്തോളം വന്നില്ല എന്ന് പറഞ്ഞ ഒരാളുകൾക്ക് ഒന്നുകൂടി മൊത്തം ഗ്രൂപ്പിൽ മത്സരിക്കാൻ ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവിടുത്തെ ജഡ്ജിമാർ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-ലധികം ഒരു വിദ്യാലയത്തിൽ നിന്ന് നോമിനേഷൻ ഇങ്ങോട്ട് വന്നേക്കാം. അപ്പോൾ അങ്ങനെ മൊത്തം ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് UP ലെവലിലുള്ള വിദ്യാലയങ്ങളെയും അവിടുത്തെ ഗ്രൂപ്പുകളെയും സ്കൂൾ ലെവൽ കോൺടെസ്റ്റ് ഒരു ടയറിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ജഡ്ജിമാർ ഒരുപക്ഷെ ഒരേ ദിവസം തന്നെ നടക്കും. പക്ഷേ അത് ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ടാണ് അതിൻ്റെ മത്സരങ്ങൾ അതാത് വിദ്യാലയങ്ങളിൽ വെച്ചിട്ട് ആദ്യത്തെ ഘട്ടം നടക്കും. അങ്ങനെ കോളേജ് ലെവലിൽ വേറെ നടക്കും. അങ്ങനെ 3 ലെവലായിട്ടാണ്. അപ്പോൾ ഈ ഓരോന്നിൽ നിന്നുള്ള ആളുകളെ നമ്മൾ എത്ര എണ്ണമുണ്ട് എന്ന് നോക്കിയിട്ട് അവർക്ക് ഈ വിദ്യാലയ ലെവൽ കഴിഞ്ഞ ഉടനെ ഒരു 10 ദിവസത്തെ സമയം കൊടുക്കും. അപ്പോൾ അവിടുത്തെ പ്രസൻറ്റേഷൻ്റെ വെളിച്ചത്തിൽ ഈ പ്രശ്നപരിഹാരത്തിനെ അല്ലെങ്കിൽ അവരുടെ സൊല്യൂഷനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് അവർക്ക് തോന്നുകയും അവരുടെ മെൻ്റർ ടീച്ചേഴ്സിന് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മൾ കൊടുക്കും. 10 ദിവസം കൂടി. ഈ 10 ദിവസത്തിനകം നമ്മളൊരു ഫിക്സ് ചെയ്യുന്ന ഒരു ഡേറ്റിൽ, അതായത് ഒരാഴ്ച എങ്കിലും നമുക്ക് സമയം കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങളെ ജില്ലയുടെ ഒരുപക്ഷെ 2-ഓ 3-ഓ കേന്ദ്രങ്ങളിലായിട്ട് ഈ അതായത് വിദ്യാലയങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത് വന്നവരെ നമ്മൾ ഒന്നിച്ച് വിളിച്ച് ചേർത്ത്, അപ്പോൾ അതിന് വരുന്നതിനുള്ള യാത്ര ചെലവും പിന്നെ അവിടെ വേണ്ടുന്ന ഒരു ലഘുഭക്ഷണമൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തുക കിട്ടും. നിങ്ങൾ ബസ്സിലൊക്കെ വന്നാൽ മതി. അപ്പോൾ അത് ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി ഈ പ്രോജക്റ്റ്, അവിടെ വേറൊരു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ് ആയിരിക്കും. അതിൽ നിങ്ങളെ മെൻ്റർ ടീച്ചറും മറ്റേ നിങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെയുള്ള വേറൊരു അധ്യാപകനും അതിന് പുറമെ പുറത്തുനിന്നുള്ളൊരു ജഡ്ജുമാണ് ഈ വിദ്യാലയ ലെവലിൽ മത്സരത്തിന് ഈ ജഡ്ജസായിട്ട് വരിക. അപ്പോൾ ഇവിടെ തികച്ചും വിദ്യാലയവുമായി ബന്ധപ്പെട്ട ആളുകളാവില്ല. കാരണം ഇത് ആ ഒരു വിദ്യാലയമല്ല, പല വിദ്യാലയങ്ങളിൽ നിന്നുള്ള ആളുകൾ.
അപ്പം അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള വിദഗ്ധരെ നമ്മൾ അതിനായിട്ട് ഈ 2 or 3 ഗ്രൂപ്പുകൾ, എത്ര ഗ്രൂപ്പുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഇനം തിരിച്ച് നമ്മൾ ഒരു വർക്ക്ഷോപ്പ് പോലെയല്ല, അവിടെ ഒരു പ്രസൻറ്റേഷൻ, ഒരു വേദി കൊടുക്കും. അപ്പോൾ അവർക്ക് ഒന്നുകൂടി ഒരു ചാൻസ് കൂടി അവരുടെ ഇതൊക്കെ അതിൽ നിന്ന് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരുപക്ഷെ ഒരു ജില്ലയിൽ ഒരു 10 എണ്ണമോ 12 എണ്ണമോ മാത്രമായിരിക്കും ഡിസ്ട്രിക്ട് ലെവൽ കോൺടെസ്റ്റ്. അത് കഴിഞ്ഞ് 1-2 ദിവസത്തിനകം അതും നടത്തും. ആ ഡിസ്ട്രിക്ട് ലെവൽ കോൺടെസ്റ്റിൽ വരിക. ഈ കോൺടെസ്റ്റിൽ വരുമ്പോൾ അവിടെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് എന്നുള്ള നമ്മുടെ സാധാരണ മത്സരങ്ങളുടെ ഒരു സ്വഭാവമല്ല അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പ്രതിഭയും ഓരോരുത്തരും ഓരോ വിഷയത്തിലായിരിക്കും. എൻവയൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ ഈ പല മേഖലകളിലുള്ള പ്രോജക്റ്റുകളെ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ അങ്ങനെ തരംതിരിച്ച് ഇതാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോ മേഖലയിലും ബെസ്റ്റുകൾ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ അവസരങ്ങളും കൊടുത്താൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു 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 സൊല്യൂഷനായിട്ട്, ഒരു ഇന്നൊവേഷനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എത്ര പ്രോജക്റ്റുകളുണ്ടോ അതെല്ലാം അതിൽ സെലക്ട് ചെയ്യപ്പെടുകയും അവർക്കെല്ലാം തന്നെ അവരുടെ ആ യോഗ്യതക്കനുസരിച്ച സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൊടുക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ പ്രോജക്റ്റുകളിൽ ഏറ്റവും നന്നായി സഹകരിച്ച് കുട്ടികളെ ഏറ്റവും നന്നായി തയ്യാറാക്കി അയച്ചിട്ടുള്ള എന്ന് ഞങ്ങൾക്ക് അവരുടെ പ്രവർത്തനം കൊണ്ടും മൊത്തത്തിൽ ഈ പ്രോജക്റ്റ് ടീമുമായിട്ടുള്ള ഇടപെടൽ കൊണ്ടും നമുക്ക് തോന്നിയിട്ടുള്ള മെൻറ്റർ ടീച്ചേഴ്സിനൊക്കെ തന്നെ അവർക്കും ഒരു മെൻറ്ററിങ് എക്സലൻസിന് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ കൂടുതൽ ഗ്രൂപ്പുകളെ നന്നായി തയ്യാറാക്കി അയച്ചിട്ടുള്ള വിദ്യാലയങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകാരം നമ്മൾ അവർക്ക് ആരോടും പറയാൻ പറ്റുന്ന, അതായത് ഈ വിദ്യാലയം ഇങ്ങനെയുള്ള ഇന്നോവേറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സഹകരിക്കുന്നു എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇന്നൊവേഷൻ്റെ ചുമതലയുള്ളത് ഇപ്പോഴും KDISC എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ്. അവരുടെ കീഴിൽ YIP എന്നൊരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ അധികൃതർ എൻ്റെ അടുക്ക പറഞ്ഞത്, ഈ പ്രോജക്റ്റിൽ മിടുക്കരാണെന്ന് കാണുന്ന അല്ലെങ്കിൽ നന്നായി നടക്കുന്ന വിദ്യാലയങ്ങളെ നമുക്ക് ഈ YIPയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാം, അവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലബ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ KDISCൻ്റെ സപ്പോർട്ടും സഹായവും പിന്നീട് വരുന്ന ബാച്ചുകൾക്കും ഇതിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട വിദ്യാർത്ഥികൾ അവരെ സ്കൂൾ വിട്ടിട്ടില്ലെങ്കിൽ അവർക്കും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ലഭ്യമാകും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഗവൺമെൻറ് തലത്തിലുള്ള പല മത്സരങ്ങൾക്കും ഒക്കെ തന്നെ ഇതിലുള്ള പല ആളുകൾക്കും വളരെ എളുപ്പത്തിൽ പോകാനും അവരുടെയൊക്കെ ചില അഡ്വൈസും സഹകരണമൊക്കെ നിങ്ങൾക്ക് കിട്ടാനും പറ്റും. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങളിതിൻ്റെ അവസാന ഘട്ടം വരെ പോയാലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇത് വളരെ താല്പര്യത്തോടു കൂടി, ഇപ്പോൾ ആകെ വന്നവരിൽ ഇത്രയും പേരെ പങ്കെടുത്തിട്ടുള്ളൂ, കുറേ പേര് ഇമെയിലിൽ കൂടി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനും പുറമെ കുറച്ച് പേര് അത്രയധികം താല്പര്യം കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവുമായിരിക്കും, അവർ റിപ്പോർട്ട് ചെയ്ത് കാണില്ല. ഏതായാലും ഞങ്ങളുടെ കണ്ണിൽ ഈ മെയ് 31 മുമ്പ് ഞങ്ങൾ ഉടനെ തന്നെ നാളെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. മെയ് 31 മുമ്പ് മത്സരത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്യണം. ഇപ്പോഴും നിങ്ങൾ ഇതിന് പരിശീലനം ലഭിക്കാനും ഈ പ്രോജക്റ്റ് എടുക്കാനും വേണ്ടിയുള്ള രജിസ്ട്രേഷനാണ് നേരത്തെ ചെയ്ത് ഇത്രയും കാലം നിങ്ങൾ വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഓൺലൈനിൽ നടത്തി, വേറെ പല രീതിയിലും ബന്ധപ്പെട്ടു. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഡോക്ടർ രത്നകുമാർ പറഞ്ഞ മാതിരി യൂട്യൂബ് പ്രസൻറ്റേഷൻസ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴും, ഇപ്പോഴല്ല, ഈ പ്രോജക്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങളത് വിഡ്രോ ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങൾക്കൊക്കെ വീണ്ടും ഇത്തരം വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ പ്രസൻറ്റേഷൻസൊക്കെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് എപ്പോൾ വേണമെന്ന് വെച്ചാൽ റെഫർ ചെയ്ത് ഈ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും ഞാൻ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജ് ഉണ്ടാവും. ഇനി ഈ സ്കൂൾ ലെവലിൽ നിന്ന് വരുന്ന പുറത്തേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന, ജഡ്ജിമാർ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകൾ ഈ 10 or 12 ഇതിലധികമില്ലെങ്കിൽ ഒരു പക്ഷേ ഇടനിലയിലുള്ള കോൺടെസ്റ്റ് നടന്നില്ല എന്ന് വരും. മിക്കവാറും അതുണ്ടാവുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഓരോ ജില്ലയിലും 3-ലധികമല്ലാത്ത കേന്ദ്രങ്ങളിലായിട്ട് നമ്മളത് വന്ന് നിങ്ങൾ ഫിസിക്കലായിട്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മത്സരിച്ച് നേരത്തെയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം. പിന്നെ ഈ അവതരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് അവിടെ.
ഒന്ന്, നിങ്ങൾ വർക്ക് ബുക്ക് ഉണ്ടല്ലോ, ഈ വർക്ക് ബുക്ക് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ മീറ്റിംഗ് കൂടിയ സമയം, അതിലെടുത്ത തീരുമാനങ്ങൾ, അതിൽ മൊത്തം എടുത്ത തീരുമാനങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് എഴുതാം. എന്നിട്ട് നിങ്ങൾ പറയാം ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് ഇന്നത്. കാരണം നിങ്ങൾ വ്യത്യസ്ത വിദഗ്ധരുമായിട്ട് കൂടിയാലോചിച്ച് സഹകരിച്ചുമാണ് ഇന്നുള്ള ഗവേഷണങ്ങളും വലിയ കണ്ടുപിടുത്തങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ VSSCയിൽ ഒരു റോക്കറ്റ് അയക്കുന്നതിന് മുമ്പ് എത്ര ഗ്രൂപ്പുകളാണെന്നറിയോ അവിടെ ഉള്ളത്? അവരോരോ ഗ്രൂപ്പും ഓരോ പ്രവർത്തനം, ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചിട്ടും സമന്വയിപ്പിച്ചിട്ടും ആണ് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഒരു റോക്കറ്റൊക്കെ മേലോട്ട് പോകുന്നത്, ഒരു സാറ്റലൈറ്റൊക്കെ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് വലിയ എല്ലാ പ്രോജക്റ്റുകളിലും അങ്ങനെയാണ്. അപ്പോൾ അതിനു വേണ്ടി കൂടിയുള്ള ഒരു പരിശീലനം കൂടിയാണ് നിങ്ങൾ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇത് പറയുമ്പോൾ ഒന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു, നിങ്ങളിൽ പലരുടെയും ലിസ്റ്റുകളിൽ 5 പേരുടെ പേരിട്ടിട്ടുണ്ട്, ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് 6 പേരുടെ പേരിട്ടിട്ടുണ്ട്. ഇത് പ്രോജക്റ്റിൻ്റെ നിയമങ്ങളനുസരിച്ച് ആദ്യം മുതലേ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അനുവദനീയമല്ല. 4 പേരിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. 4 പേരിൽ കുറഞ്ഞ ഗ്രൂപ്പുകളും അനുവദിക്കില്ല. 4 പേര് എങ്കിലും ഒരു ഗ്രൂപ്പിലുണ്ടാവണം. അപ്പോൾ ഈ 5ഉം 6ഉമായിട്ട് ഇത്രയും കാലം വർക്ക് ചെയ്തവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏക പരിപാടി, ഇപ്പോൾ 4 കഴിഞ്ഞ് ഇപ്പം ബാക്കി 1 ആണെന്നുണ്ടെങ്കിൽ, അപ്പം അങ്ങനെ ഒന്നിലധികം ബാച്ച് 5 ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എടുത്ത് വേറെ 2 പേരെയും കൂടി കൂട്ടി, അതായത് മൊത്തം 4 പേരുള്ള ഒരു അഡീഷണൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് അത് ഇപ്പോൾ അനുവദിക്കാം. ഈ രജിസ്ട്രേഷനിൽ നിങ്ങൾ 4 പേരുടെ വേറൊരു ഗ്രൂപ്പായിട്ട് എടുക്കുക. അല്ലെങ്കിൽ മെൻറ്റർ ടീച്ചേഴ്സ് തീരുമാനിക്കണം, അല്ല നിങ്ങളുടെ ഗ്രൂപ്പിലത്തെ ആളുകൾ നിങ്ങൾ കൂട്ടായി ആലോചിച്ച് അതിൽ നിന്ന് ഒരാൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ മത്സരത്തിന് അയക്കുന്ന ഗ്രൂപ്പുകളെല്ലാം ഒരേപോലെയുള്ള ഗ്രൂപ്പുകളായിരിക്കണം. അത് 4 മെമ്പേഴ്സാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ 4 മെമ്പേഴ്സ് മാത്രമായിട്ട് നിങ്ങളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്, ഒന്ന് ചെയ്തു തരണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ 4ൽ കൂടുതലുള്ള ആളുകൾക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ അങ്ങനെയുള്ള മത്സരത്തിൽ അവതരിപ്പിക്കാനോ പറ്റില്ല. ഇനി അവതരണം, ഈ ഗ്രൂപ്പിലത്തെ 4 പേരും ഈ അവതരണത്തിന് ഉണ്ടാവണം. 8 മിനിറ്റാണ് അവതരിപ്പിക്കാനുള്ള സമയം. ഈ സമയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 4 പേർക്ക് 2 മിനിറ്റ്, അതായത് ഇതിലുള്ള ഓരോ അംഗത്തിനും അയാൾക്ക് നിങ്ങൾ ഗ്രൂപ്പ് ലീഡറും മെൻറ്ററും തീരുമാനിക്കാം ആദ്യം ആര് പ്രസൻറ്റ് ചെയ്യണം. അപ്പം മൊത്തം നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള 8 മിനിറ്റ് കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ, എങ്ങനെ നിങ്ങൾ ഈ പ്രശ്നം സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇതിന് പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ അറിയപ്പെട്ട സോഴ്സുകളാണ് നിങ്ങൾ ആശ്രയിച്ചത്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആലോചിച്ച് ഒരു പോംവഴി ആലോചിച്ചു, ആ പോംവഴി എന്തായിരുന്നു, അതിൽ നിങ്ങൾ മുന്നോട്ട് പോയി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വിജയത്തിലേക്ക് പോയോ, പരാജയത്തിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ഒരെണ്ണം കണ്ടെത്തി അതിനെക്കുറിച്ച് ആലോചിച്ചു, അതിൽ കുറച്ചുകൂടി സൊല്യൂഷൻസ് ആലോചിച്ചു, പക്ഷേ ഇത്രയും സമയം കൊണ്ട് നമുക്കത് വിജയിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചാലും കുഴപ്പമില്ല. അതിനൊന്നും മാർക്ക് കുറയില്ല. കാരണം അത് വിജയിപ്പിച്ചത് കൊണ്ട് അത് ആ വിജയത്തിൻ്റെ ഏത് രീതിയിലാണെന്നുള്ള ഒരു ഇവാലുവേഷനിലാണ് അതിന് മാർക്ക് പോകുന്നത്. അല്ലാതെ എല്ലാം വിജയിച്ച പ്രോജക്റ്റുകൾക്ക് മാത്രമല്ല. നിങ്ങളിത് എങ്ങനെ ചെയ്യുന്നു, അത് ചെയ്യുന്നതിന് നിങ്ങളുടെ കഴിവുകളെ എങ്ങനെ മൂർച്ചപ്പെടുത്തി എന്നുള്ളതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട അന്വേഷണം. അതാണ് ഈ മത്സരം. അങ്ങനെ നിങ്ങളിൽ ഒട്ടേറെ വിദ്യാർത്ഥികളെ ഇന്നവേറ്റേഴ്സിൻ്റെ ആ പാതയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു എസ്കലേറ്റർ എന്ന് പറയുമല്ലോ, നമ്മൾ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഇപ്പോൾ എസ്കലേറ്റർ വെച്ചിട്ടുണ്ട്, ഈ ചങ്ങലയിലോടുന്ന നമ്മൾ താഴെ കയറി നിന്നാൽ നമ്മൾ നേരെ അങ്ങ് മേലോട്ടേക്ക് പൊയ്ക്കോളും. അപ്പോൾ അതുപോലെയുള്ള നിങ്ങൾ ഇതിലേക്ക് കയറ്റി നിങ്ങൾ കൂടുതൽ അവസരങ്ങളും സൗകര്യങ്ങളും തന്ന് ഈ മേഖലയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ 1ഉം 2ഉം സമ്മാനം കിട്ടുന്നവർ മാത്രമല്ല, എല്ലാ ആളുകൾക്കും അവരുടെ ഈ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്തതെന്നുള്ളത് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മെറിറ്റിനുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നതാണ്. അപ്പോൾ എത്ര പേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും ഈ മിടുക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എല്ലാ ഗ്രൂപ്പുകൾക്കും സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വരും. പക്ഷേ ഇതിനെ വിലയിരുത്തലാണ്
അടുത്ത ഘട്ടങ്ങളിലുള്ള മത്സരം. ഇപ്പോൾ ആദ്യഘട്ട മത്സരത്തിൽ ഞാൻ പറഞ്ഞ മാതിരി 8 മിനിറ്റ് പ്രസൻറ്റേഷൻ, 4 പേരും പങ്കെടുക്കണം, 4 പേരും കുറേശ്ശെ ഭാഗങ്ങൾ പറയണം. രണ്ടാമത് നിങ്ങളുടെ വർക്ക് ബുക്ക് അവിടെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യണം. അതിൽ നിങ്ങൾ ഇത് പ്രോജക്റ്റിൻ്റെ നിങ്ങൾ ചേർന്ന് തുടങ്ങിയത് മുതൽക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്ത മീറ്റിങ്ങുകൾ, നിങ്ങൾ വായിച്ച പുസ്തകങ്ങൾ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത്, നിങ്ങളെ മെൻറ്റർ ടീച്ചറുമായിട്ടുള്ള കൂടിയാലോചനകൾ, ഇങ്ങനെയുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ തന്നെ കൂടിയാലോചന, ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു മിനിറ്റ്സ് പോലെ നിങ്ങൾ എല്ലാ പോയിൻറ്റ്സും ഇതിൽ എഴുതി വെക്കണം. അത് എങ്ങനെയാണ് നിങ്ങൾ ചിട്ടയായി ചെയ്തിട്ടുള്ളത് എന്ന് ജഡ്ജിമാർ പരിശോധിക്കും. അത് അവിടെ വെച്ചിട്ട് തന്നെ അവർ നോക്കി അതിന് വേണ്ട മാർക്കൊക്കെ ഇട്ട് ഞങ്ങൾക്ക് അയച്ചു തരും. അത് കഴിഞ്ഞും മറ്റുള്ള ഘട്ടങ്ങളിലും നിങ്ങൾ വരുമ്പോൾ ഈ ബുക്ക് കൊണ്ടുവരണം. അവിടെയും നിങ്ങൾക്ക് രണ്ടാമത്തെ ഘട്ടമോ മൂന്നാമത്തെ ഘട്ടമോ ഏതായാലും അവിടെയും 8 മിനിറ്റ് മാത്രമേ പ്രസൻറ്റേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം നടത്തിയ പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള വീഴ്ചകളും അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളും മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു 7 to 10 days, 7 മുതൽ 10 ദിവസം നിങ്ങൾക്ക് കിട്ടും അടുത്ത ഘട്ടം മത്സരത്തിൽ വരുന്നതിന് മുമ്പ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം ഞങ്ങൾ തരികയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ ഇവാലുവേഷൻ വരുന്നത്. പക്ഷേ സ്കൂൾ തലത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച എല്ലാവർക്കും അവിടെ വെച്ച് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റോ, അല്ലെങ്കിൽ അവിടെ വെച്ച്, അല്ലെങ്കിൽ ഓൺലൈനിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് അയക്കും. അത് പിന്നീട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ സർട്ടിഫിക്കറ്റും, അതിൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ചെയ്തവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അവിടുത്തെ നിങ്ങളെ മെൻറ്റർ വളരെയധികം സഹായം ചെയ്തിട്ടുള്ള ആളാണെന്ന് നിങ്ങളുടെ പ്രസൻറ്റേഷനിലൂടെയും അല്ലാതെയും ഞങ്ങൾക്ക് ബോധ്യമായാൽ നല്ല നല്ല മെൻറ്റേഴ്സിനും സ്പെഷ്യലായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നൽകും. അതുപോലെ ഏറ്റവും കൂടുതൽ കുട്ടികളെയും ബാച്ചുകളെയും ഇതിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ള വിദ്യാലയങ്ങൾക്കും നമ്മൾ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ആണ് നമ്മുടെ വർക്കിൻ്റെ ഈ മത്സരത്തിൻ്റെ പോക്ക് എന്നുള്ള ഒരു ചെറിയ ഒരു സംഗതിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്താലും ഈ മത്സരത്തിൽ നിങ്ങൾ സജീവമായിട്ടുണ്ടാവണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിനെക്കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് തരാൻ ഓരോ വിദ്യാർത്ഥിക്കും, ഓരോ മെൻറ്റർ ടീച്ചർക്കും അവസരമുണ്ട്. ഇനി ബാക്കിയുള്ള മിനിറ്റുകൾ 1 മണി വരെയുള്ള സമയം നമ്മൾ അതിനാണ് ഉപയോഗിക്കുക. പിന്നെ സബ്ജക്റ്റ് വൈസായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ്, അതും ഇതിൻ്റെ അകത്ത് ചോദിക്കാം. അതിനുള്ള ചെറിയ മറുപടികളൊക്കെ ഡോക്ടർ ജയറാമനും ഡോക്ടർ രത്നകുമാറും ഞാനും ഞങ്ങളാലാവുന്ന വിധം തരുന്നതാണ്. ഇനി അത് മുഴുവനായിട്ട് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയം ഞങ്ങൾ ഇമെയിലിൽ കൂടി, നിങ്ങൾ ഇമെയിൽ ID ചാറ്റ് ബോക്സിൽ അടിച്ചിട്ടാൽ ഞങ്ങൾ അതിനുള്ള മറുപടി അത് കഴിഞ്ഞിട്ട് ഇമെയിലായിട്ടും തരുന്നതാണ്. അപ്പോൾ എങ്ങനെയായാലും അതുപോലെ നേരിട്ട് ചോദിക്കാൻ മടി കാണിക്കേണ്ട ആവശ്യമില്ല, ചോദിച്ചോളൂ. അഥവാ ചോദിക്കാൻ പറ്റിയില്ല, മീറ്റിംഗ് കഴിഞ്ഞു പോയി എന്ന് വെച്ച് വിഷമിക്കേണ്ട. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ നിങ്ങൾക്ക് ആ ചോദ്യം ഒരു ഇമെയിലായിട്ട് അടിച്ചിട്ടാൽ ഞങ്ങൾ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും തരുന്നതാണ്. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം അവതരിപ്പിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് മുന്നോട്ട് വരിക. ആരും മടിക്കേണ്ട ആവശ്യമില്ല. മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി, ചോദിച്ചാൽ മതി. ഇനി ഇംഗ്ലീഷിൽ പറയണമെന്നുള്ളവർക്ക് ഇംഗ്ലീഷിലും പറയാം. അങ്ങനെയും ചില ഗ്രൂപ്പുകളൊക്കെ ഇംഗ്ലീഷിൽ നന്നായിട്ട് ഭംഗിയായിട്ടൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇംഗ്ലീഷിലും ആണോ ഇംഗ്ലീഷിലും ആണോ അതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് തുടങ്ങാം. ഡോക്ടർ രത്നകുമാർ ഇനി ഒന്ന് ടേക്ക് ഓവർ ചെയ്യുക. ഡോക്ടർ രത്നകുമാർ ഒന്ന് മ്യൂട്ടാണ്. മ്യൂട്ടാണോ? അതാണ്. ഡോക്ടർ രത്നകുമാർ എന്ത് പറ്റി? ആ, ഇപ്പൊ ഇത് പിന്നെ ജയറാമിന്റെ എങ്ങനെ ശ്രദ്ധയത്തെ അവതരിപ്പിക്കുന്നത്? അല്ലല്ല, അദ്ദേഹം ഇതിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാം. ചോദ്യത്തിന് ഉത്തരം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ രത്നകുമാർ? അല്ല, സോറി, ഇതിനകത്ത് ഈ പിന്നെ ഒരു വിവരം പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ.
ആ. നിങ്ങൾക്ക് നോക്കാം. ഇന്ന് വരാത്ത ആൾക്കാർക്ക് അത് നമുക്ക് പിന്നെ കേട്ട് മനസ്സിലാക്കാം. വന്നവർക്കും അതിലേതെങ്കിലും അതെ, ടോക്ക് അതെ. വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുക, ഇന്ന് വരാത്തവർക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അതില് അപ്പൊ സേവ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ എന്റെ കണക്ക് പ്രകാരം 5, 6 സ്കൂൾ വന്നിട്ടാണ് ഞാൻ കാണുന്നത്. അത് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചാറ്റ് ബോക്സിൽ നിങ്ങളെ സ്കൂളിന്റെ പേര് എഴുതിയാൽ കൊള്ളാം അതിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യം ഒരു ചോദ്യം വന്നേക്കുന്നത് അഖിൽ സർ, ടോപ്പിക് കാർബൺ ന്യൂട്രാലിറ്റി അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്ത് അതില് ഓക്കെ, അഖിൽ തന്നെ പിന്നെ ഓപ്പൺ ചെയ്തിട്ട് സംസാരിച്ചോ, നിങ്ങളെ ശരിക്കുള്ള സംശയം ചോദിച്ചോ. അതെ അതെ, നിങ്ങളുടെ ശബ്ദം കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ്. അതെ, എല്ലാ സംശയങ്ങളും ചോദിക്കണം, കാരണം ഇതൊരു ലാസ്റ്റ് ക്ലാസ് ആണ്. അഖിൽ പറഞ്ഞോ, ആ ചോദ്യം ചോദിച്ചോ, എന്താ സംശയം എന്നുള്ള ചോദിച്ചോ. കാർബൺ ന്യൂട്രാലിറ്റി കുറിച്ചല്ലേ? അതെ, കേൾക്കുന്നുണ്ടോ? കാർബൺ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ന്യൂട്രൽ ലിവിങ്, അതായത് കാർബൺ ന്യൂട്രൽ ജീവിതം. നമ്മൾ എങ്ങനെ ജീവിക്കും, അതായത് എൻവയൺമെൻ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി, അതായത് നമ്മളെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ മാത്രമല്ല, എന്നേക്കും സ്ഥായിയായിട്ടുള്ള, അതായത് ഇന്നിപ്പം നമ്മൾ ചെയ്യുന്നത് നാളെ ദോഷമായിട്ട് വരാത്ത രീതിയിലുള്ള പാരിസ്ഥിതിക മേന്മ ഉറപ്പുവരുത്താൻ എങ്ങനെയാണ് നമ്മളെ ജീവിതം നമുക്ക് ക്രമീകരിക്കാൻ കഴിയുക. അത് ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നത് വഴിക്ക് നമുക്ക് ഇത് ഉറപ്പുവരുത്താം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്നലെ വരെ നമ്മൾ കൽക്കരി കത്തിച്ചുണ്ടാക്കിയ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആ വൈദ്യുതി പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ആ ഉപയോഗങ്ങളിലേക്ക് പോകാതെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ന് കൽക്കരി കൊണ്ടുണ്ടാകാവുന്ന മലിനീകരണവും പാരിസ്ഥിതികമായിട്ടുള്ള, അതുമാത്രമല്ല കുറേ കാലം കഴിഞ്ഞ് കൽക്കരി തീർന്നു പോകും. അങ്ങനെ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ, ഇതൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ നമ്മൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നമ്മൾ സ്ഥായിയായിട്ട് അല്ലെങ്കിൽ എന്നേക്കും നിലനിർത്തുന്ന രീതിയിൽ അതിന് സഹായിക്കുന്ന പുതുക്കപ്പെടാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, സോളാർ, വിൻഡ്, ജലവൈദ്യുതി, ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ പോവാം. അപ്പോൾ അവിടെ എന്ത് വരുന്നു? നമ്മളെ രീതി മാറ്റുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വേണം തീരുമാനിക്കാം, കൽക്കരിയിൽ നിന്ന് ഉള്ള വൈദ്യുതി എനിക്ക് വേണ്ട, ഇത് മതി. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പോൾ KSEBയുടെ ഗ്രിഡിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ പരമാവധി വാങ്ങുന്ന ഇലക്ട്രിസിറ്റി റിന്യൂവബിളാക്കി മാറ്റുക, സോളാറും ഒക്കെ വാങ്ങുക, അങ്ങനെയുള്ള. അപ്പോൾ ആ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് ഇപ്പം നമ്മളെ ജീവിതം, നമ്മൾ ഒരുപാട് ധാരാളം വെള്ളമുണ്ടെന്നുള്ള ധാരണയിൽ നമ്മൾ കുളിക്കുമ്പോഴും മുഖം കഴുകുമ്പോഴും പല്ല് തേക്കുമ്പോഴും ഒക്കെ തന്നെ വെറുതെ ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ മുഖം കഴുകി, അല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കറക്കി തേച്ച് ഇങ്ങനെയൊക്കെ കുറേ വെള്ളം പോകും. കുളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷവറിൽ കുളിക്കുന്ന ചില ആളുകൾ കുറേ നേരം ഇങ്ങനെ ഷവറിൽ കുളിച്ച് ഇങ്ങനെ ഒരു അതിന് പകരം വെള്ളം ഒരു അസുലഭ വസ്തുവല്ല, അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരിമിതമായിട്ടേ ഉപയോഗിക്കാവൂ, ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് തോന്നി. നമ്മൾ അതിനെ നിയന്ത്രിക്കാനുള്ള ചില രീതികൾ അവലംബിച്ചാൽ അത് അതിനു വേണ്ടിയുള്ളൊരു ഇന്നവേഷനാണ്. നമ്മളെ ജീവിത രീതിയിൽ നമ്മൾ മാറ്റം വരുത്തുകയാണ്. അങ്ങനെ ഈ നമുക്ക് തന്നെ ആരോഗ്യത്തിന് അപകടമാവുന്ന ചിലതരം ഭക്ഷണ സംഗതികളിൽ നിന്ന്, രീതികളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ നമ്മൾ മാറ്റം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ജീവിക്കാം. അപ്പോൾ അത് കാണിക്കുന്നത് അതും ഒരു ഇന്നവേഷനാണ്. അപ്പോൾ അതാണ് ഈ പ്രോജക്റ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ്. ഡോക്ടർ ജയരാമൻ അതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല സർ, ആ കുട്ടിയുടെ മനസ്സിലുള്ള പ്രൊജക്ട് എന്താണെന്ന് കൂടി കേൾക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് അതെ, അത് നമുക്കൊന്ന് പറയാമെങ്കിൽ വളരെ വിശദമായിട്ട് വേണ്ട, അതിൻ്റെ മെയിൻ ടോപ്പിക് ഏത് ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ മതി. അഖിലിന്റെ മനസ്സിൽ വന്നൊരു ഐഡിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അഖിൽ എന്തെങ്കിലും എൻവയോൺമെന്റ് ഇഷ്യൂ പ്രോബ്ലംസിന് കാർബണിന്റെ യൂസ് കുറയ്ക്കാം. അതെ, അറിഞ്ഞോളൂ. അത് തന്നെയാണ് ശരിയായ ലൈൻ. പറയൂ, മുഴുവൻ പറയൂ.
അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് പല ഫീൽഡ് ഉണ്ടല്ലോ, ഇപ്പൊ അഗ്രികൾച്ചർ, ആ ഫുഡ് വേസ്റ്റ്, ആ രീതിയിൽ എന്തെങ്കിലും വേണമെന്നാണ് നോക്കുക. തീർച്ചയായിട്ടും നല്ല കാര്യം അല്ലേ? അതെ അതെ. ആ. വേറെ ആരോ മോഡൽസ് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇസ് ആ. ദർ എനി പ്രോബ്ലം ഇഫ് വി മെയ്ഡ് എനി മോഡൽസ്? ഒരു പ്രോബ്ലം ഇല്ല. ഒരു പ്രോബ്ലം ഇല്ല. അത് കൊണ്ടുവരാൻ പറ്റാത്ത മോഡലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വർക്കിംഗ് വീഡിയോ, ഒരു 2 മിനിറ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഈ 8 മിനിറ്റിൽ നിങ്ങൾ 2 മിനിറ്റ് ആ വീഡിയോ കാണിച്ചു, ബാക്കി മറ്റ് 3 പേര്, ഒരാൾ ആ വീഡിയോ കാണിക്കുക, മറ്റ് 3 പേര് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അതെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയാം. സാങ്വി ക്ലിയർ ആണോ? സാർ ഒരു ഡൗട്ട് ഉണ്ട്. ആ യെസ്. സാറേ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റുമോ? എന്താണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത്, ഏത് കമ്പനീസ് ആണ്, എന്ത് ഫിനോമിനൻസ് ആണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഓ, അത് നിങ്ങളിത് അതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നതിനും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനും ഒരു തടസ്സവും ഇല്ല. പക്ഷേ നമ്മളത് ഒബ്സർവേഷനിൽ കൂടി വേണം നമ്മളത് കണ്ടെത്താൻ. വെറുതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ What are the ഇന്നയാളാണെന്ന് harms പറയും. to the environment? മനസ്സിലായോ? എന്താ സാങ്വി? സാങ്വി, can you repeat? ഒന്നുമില്ല, സോറി, അൺമ്യൂട്ട് ആയിപ്പോയി, അറിയാം. അറ്റ് എ ടൈമിൽ ഒരാൾ മാത്രം സംസാരിക്കും. സാങ്വി എന്തോ പറയുന്നുണ്ട്. വാട്ട് ആർ ദ ഹാംസ് ഇൻ എൻവയൺമെന്റ് എന്തോ പറഞ്ഞു. അത് അറിയാതെ അൺമ്യൂട്ട് ആയിപ്പോയതാ, സോറി സർ. കുഴപ്പമില്ല. ധൈര്യമായിട്ട് കുഴപ്പമില്ല. ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. ശരി, അടുത്ത ആളാവട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഞാൻ മുഹമ്മദ് തൗഫീഖ് ആണ്. ആ. സർ, ഇപ്പൊ നമ്മളുടെ ഈ പ്രോജക്റ്റ് സക്സസ് ആയാൽ നമുക്കത് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതാണ് പറഞ്ഞത്, ഇതിൻ്റെ അവസാനത്തെ മത്സരം കഴിയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ പ്രോജക്റ്റുള്ള ആളുകൾക്ക് ഇനി കൂടുതൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അതിന് ചിലപ്പോൾ മെറ്റീരിയൽസ് വേണ്ടി വരും, അതിന് പണം വേണ്ടി വരും, അത് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന മെഷീൻസോ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അതൊക്കെ ഓരോ പ്രോജക്റ്റിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ അറിയില്ല. നല്ല ആശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ അത്തരം സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കും. അതൊക്കെയാണ് ഈ പ്രോജക്റ്റിൻ്റെ അവസാനമുള്ള ഗുണം. നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്ത് ഒന്നുകിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സ്വകാര്യ സംരംഭങ്ങളിൽ അവരെടുക്കുക നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന് പലപ്പോഴും അവർ ഇത്തരം കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ വരികയാണ്, നിങ്ങളോട് കാശൊന്നും വാങ്ങില്ല. ഇനി അഥവാ അവർക്ക് കാശ് വാങ്ങിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അതിൻ്റെ കാശ് എവിടുന്ന് എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ ഗവൺമെൻറ്റും അല്ലെങ്കിൽ മറ്റ് ഡോണേഴ്സും ഒക്കെ ആയിട്ട് ആലോചിച്ച്, അതുപോലെ നാട്ടിലുള്ള ചില ഇൻഡസ്ട്രീസിനോടൊക്കെ ചോദിച്ച് അവർക്കിത് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ. അതിന് പുറമെ നമ്മുടെ സംസ്ഥാനത്ത് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലുണ്ട്. KDISC എന്ന് പറഞ്ഞിട്ട് ഇന്നൊവേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ അവരാണ്. KDISC എന്ന് പറഞ്ഞാൽ അതും ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ്. അത് ഇന്നൊവേഷൻ്റെ സ്ട്രാറ്റജിക് ഇന്നൊവേഷൻ്റെ കൗൺസിലാണത്. അപ്പോൾ അവിടെയൊക്കെ വിദഗ്ധരുണ്ട്, അതിന് പ്രത്യേക യൂണിറ്റുകളുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ നിങ്ങളെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള വഴി അപ്പം ആലോചിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ കൊണ്ടുവരേണ്ടത് നിങ്ങളൊരു ഐഡിയയുമായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇല്ലെങ്കിൽ ജഡ്ജിമാർക്ക് ബോധ്യമാവുന്ന രീതിയിലുള്ള ഒരു വളരെ എന്താ പറയുന്നത് നടക്കാവുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ആശയം നിങ്ങൾ അവതരിപ്പിച്ചാൽ അത് ധാരാളം മതി. മനസ്സിലായി? ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. അടുത്ത ചോദ്യം ചോദിച്ചോ. ഈ പ്രോജക്റ്റ് സബ്മിഷന്റെ സാറ് നേരത്തെ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞു, ഈ ക്ലാസ്സിൽ പറഞ്ഞു സർ ഡേറ്റ്. സബ്മിഷൻ്റെ വേണ്ടത് അല്ല, സബ്മിഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ വിദ്യാലയ ലെവലിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ കോൺടെസ്റ്റ് ആണ്, ഫസ്റ്റ് ലെവൽ കോൺടെസ്റ്റ്. അന്ന് അവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ഇവരുടെ വർക്ക് ബുക്കും കോമ്പറ്റീഷൻ അവിടെ അവതരിപ്പിക്കൽ, അതാണ് സബ്മിഷൻ. അല്ലാതെ നമ്മൾ മുൻകൂട്ടി ആ പുസ്തകം അവിടെ കൊടുത്താൽ അവിടുന്ന് അവർ ഇവാലുവേറ്റ് ചെയ്തോളൂ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ കുട്ടികൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ പേരുമായിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പലപ്പോഴും പറ്റുന്ന പ്രശ്നം ഈ ടീച്ചർക്കാർക്ക് ഇത് കിട്ടുന്നത്, ടീച്ചർ പ്രോപ്പറായിട്ട് എടുത്ത് പറയത്തില്ലായിരിക്കാം, അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഗ്രീൻ എനർജി ഫോറം 3@gmail.com എന്നുള്ള ഇമെയിലോട്ട്
ഇന്ന് പങ്കെടുത്തിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തന്നെ നിങ്ങൾക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കറക്റ്റ് വിവരം അറിയാൻ പറ്റും. ഈ 4 പേർക്കും ഇല്ലെങ്കിൽ അവരുടെ ആ. ലീഡർ ഓരോ ഗ്രൂപ്പിന്റെ ലീഡേഴ്സിന്റെ ഇമെയിൽ അയച്ചു തന്നാലും നമുക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത് പലതും നിങ്ങൾ ടീച്ചർമാരെന്ന് നിങ്ങൾക്ക് കിട്ടാൻ ഡിലേ വരുന്നുണ്ടെന്ന സംശയം ഞാൻ കൊണ്ടുവരുന്നത്. കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ സാർ, ഓക്കെ, മനസ്സിലാവും. അടുത്ത ചോദ്യം വരട്ടെ. സാർ ഇടയ്ക്ക് YIP നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏതാ? ഇടയ്ക്ക് YIP നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? എനിക്കത് ശരിക്ക് YIP സാർ. YIPയെ കുറിച്ച് പറഞ്ഞു. അതായത് ഇതിൽ മെച്ചമായിട്ട് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ ഉള്ള വിദ്യാലയങ്ങളിൽ അതൊരു YIPയുടെ ഒരു സെൻ്ററാക്കി മാറ്റാം എന്ന് എനിക്ക് ഈ KDISCിൽ നിന്നൊരു ചെറിയൊരു അതിൻ്റെ YIP ഗ്രൂപ്പിൻ്റെ അതിൻ്റെ ഹെഡ് നിന്നൊരു ചെറിയൊരു ഓറലായിട്ടുള്ള ഒരു ഓഫറുണ്ട്. അപ്പം അത് ഏതായാലും ഞങ്ങൾ ബന്ധപ്പെട്ട് കൊള്ളാം. YIP ടീമും അതുപോലെ KDISCിൻ്റെ തലവന്മാരൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ടല്ലാതെയും വേറെ പല ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിന് മുമ്പ് തന്നെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൂടിയാണ് നമ്മൾ, അതായത് YIP പ്രോഗ്രാമിനെ കൂടി ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ്. നിങ്ങളുടെ ഈ പ്രോജക്റ്റുകളൊക്കെ തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയിലും കൊണ്ടുവരും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ വേണ്ടുന്ന എല്ലാവിധ ഗവൺമെൻറ് സഹായവും ലഭ്യമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതിപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. അതൊരു പക്ഷേ പ്രോജക്റ്റ് കഴിയുന്ന അവസരത്തിൽ ഇതിൻ്റെ സമ്മാനം കൊടുക്കുന്ന ആ മീറ്റിങ്ങിൽ വെച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ ചോദിച്ചാൽ നിനക്കത് പറഞ്ഞേക്കാം. തീർച്ചയായിട്ടും അതും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പം നിങ്ങളവിടെ YIP ഇല്ലെങ്കിൽ നമുക്കവിടെ YIP തുടങ്ങാം. രണ്ടാമത്തെ കാര്യം, YIP ഉണ്ട്, ആവശ്യത്തിന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ മോഡലിൽ എന്തൊക്കെ അവരുമായി സഹകരിച്ച് അതിനെ ശക്തിപ്പെടുത്താം എന്നുള്ളതും ഞങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇത്തരം ഗ്രൂപ്പുകളുള്ള വിദ്യാലയങ്ങൾ ഞങ്ങൾ അവരുടെ ഫോക്കസിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കി. അതിവിടെ നിന്ന് തിരുവനന്തപുരത്ത് തന്നെയാണ്, ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇവിടുന്ന് പലപ്പോഴും ഞാൻ മാസത്തിൽ പലതവണയും KDISCുമായിട്ട് വേറെ പല പദ്ധതികളുമായിട്ടും ബന്ധപ്പെട്ട് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതിൻ്റെ മാനേജിങ് ഡയറക്ടറുടെയും പിന്നെ മെമ്പർ സെക്രട്ടറിയുടെയും ഒക്കെ തന്നെ അവരൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു ബന്ധം എന്തായാലും ഉണ്ടാവും. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നല്ല. എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെ, നിങ്ങളിലുള്ള ഇന്നവേറ്റേഴ്സിനെ കണ്ടെത്തി കൂടുതൽ ഷാർപ്പൻ ചെയ്യുക എന്നുള്ളതാണ്. ശരി, അടുത്ത ചോദ്യം വരട്ടെ. തീർന്നോ ചോദ്യങ്ങൾ? ഇനി മെന്റർ ടീച്ചേഴ്സ് ആരെങ്കിലും ജോയിൻ ചെയ്തവരുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ ആ, സാർ. ഈ സ്കൂൾ ലെവൽ വാലുവേഷൻ എന്ന് പറയുന്നത് ഓരോ സ്കൂളിലും ആണോ, അതോ അതെ. സെലക്ടഡ് ആയിട്ട് ഒരു സ്കൂൾ സെലക്ട് ചെയ്തിട്ടാണോ? അല്ല, ഓരോ സ്കൂൾ വെച്ചായിരിക്കും. ആ സ്കൂളിലത്തെ മെന്റർ ടീച്ചർ, പിന്നെ അവിടെ നിന്ന് മെന്റർ ടീച്ചറും ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും തിരഞ്ഞെടുക്കുന്ന വേറൊരു അധ്യാപിക പ്ലസ് പുറത്ത് നിന്ന് GF ഒരു എക്സ്പേർട്ടിനെ നോമിനേറ്റ് ചെയ്യും. അങ്ങനെ 3 പേര് ആയിരിക്കും അവിടുത്തെ ജഡ്ജിങ്. ഓക്കെ സാർ. അവരുടെ അതല്ല നമ്മൾ ചോദിച്ചത്, ഇപ്പം നമ്മുടെ സ്കൂളിൽ തന്നെ കുറച്ച് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ എല്ലാ സ്റ്റുഡന്റും ഒന്നും ഈ പ്രോജക്റ്റിലോട്ട് ഇൻവോൾവ് ആയി വന്നിട്ടില്ല. അപ്പം കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, അത് മതി. അത്രയും ഗ്രൂപ്പുകൾ പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ സാർ, താങ്ക് യു. അല്ല, ഇനി ഈ വരുന്ന ഒരു 10 ദിവസത്തിനകം അവരെന്തെങ്കിലുമൊക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് മതി തലയിലൊരു കൊള്ളിയാൻ വരാൻ. അപ്പം അതുകൊണ്ട് ആരെങ്കിലും പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരെണ്ണം എനിക്ക് എടുക്കാം എന്നുള്ള മട്ടിൽ വരുന്നുണ്ടെങ്കിൽ അവരെയും വെച്ചോളൂ. ഏതായാലും ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന്, അതായത് കോൺടെസ്റ്റിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് വരെ ഉള്ള ആരൊക്കെ റെഡിയാണോ അവരെ ഒന്ന് അത്രയും പേരെ അവിടെ ഈ ടീം വന്ന് അവിടെ വെച്ച് തന്നെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു.
ഇതിനകത്ത് സംഗവി ഒരു ചോദ്യം ചോദിച്ചിരുന്നത്, ക്യാൻ ബി റൈറ്റ് ദി ഇൻഫർമേഷൻ ബി ഗോട്ട് ഫ്രം ദ മീറ്റിംഗ്സ് ടു ഇൻ ദി വർക്ക് ബുക്ക് ഗിവൺ? എന്തുവാ? അതായത് നമ്മൾക്ക് ഈ ക്യാൻ ബി റൈറ്റ് ദ ഇൻഫർമേഷൻ ബി ഗോട്ട് ഫ്രം മീറ്റിംഗ്സ് ടു ഇൻ ദി വർക്ക് അതെ, ബുക്ക്. അതാണല്ലോ വേണ്ടത്. നമ്മൾ മീറ്റിങ്ങുകളിൽ നിന്നും മറ്റ് വ്യക്തികളുമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തൊരു സ്ഥാപനത്തിൽ വളരെ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാം. നമ്മൾ കൃഷിയെക്കുറിച്ചൊരു പ്രോജക്റ്റിനെ കുറിച്ച് ആരോ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കൃഷി ഓഫീസിലുള്ള കൃഷി ഓഫീസർ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടോക്കിൽ നിന്നൊന്നും കിട്ടാത്ത ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരു കർഷകൻ്റെ അടുക്ക ചോദിച്ചാൽ നിങ്ങളെ PhD എടുത്ത അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കാർ പറയുന്നതിനേക്കാൾ വളരെ വില പിടിച്ച ഒരുപാട് വിവരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. പരാജയപ്പെട്ട വിത്തുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതേത് കാലാവസ്ഥകളിൽ ഏത് ഇതാവില്ല, അല്ലെങ്കിൽ ഏതേത് സാധനത്തിന് മാർക്കറ്റുണ്ട്, മാർക്കറ്റില്ല, എന്തുകൊണ്ട്, ഇതൊക്കെ അവരുടെ അറിവാണ്. അവർ പഴയ കാലത്ത് ഈ ആകാശത്ത് നോക്കിയിട്ടാണ് അവർ ഈ വിത്തിറക്കിയതും പിന്നെ ഈ പറിച്ച് നടുക ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളൊക്കെ ചെയ്യുന്നത്, അങ്ങനെ മരങ്ങൾ നടുന്നത്, അതിനെ പ്രൂൺ ചെയ്യുന്നത്, ഇതൊക്കെ അങ്ങനെ അവർക്കൊക്കെ ഒരുപാട് എത്രയോ വിവരമുണ്ട്. നമ്മൾ അവർക്കൊന്നും വിവരമില്ല എന്ന് വിചാരിച്ച് നമ്മൾ പുതിയ കണ്ടുപിടിക്കാൻ പോകരുത്. എപ്പോഴും നമ്മൾ ഒരുപക്ഷെ കൃഷി സംബന്ധിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ ഏറ്റവും പ്രായം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും ഉത്സുകരായിട്ടുള്ള കൃഷിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും പല കാര്യങ്ങൾ. അതിനെ നമുക്ക് നമ്മളെ അറിവിൻ്റെ വെളിച്ചത്തിൽ അതിനെ ഒന്ന് രൂപപ്പെടുത്തി നമുക്കതിനൊരു പ്രശ്നമായിട്ടും പരിഹാരമായിട്ടും ഒക്കെ നമുക്ക് അവതരിപ്പിക്കാം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതെല്ലാം നിങ്ങൾ എന്തെല്ലാം ഇതിനു വേണ്ടി എഫേർട്ട് ചെയ്തോ അത് ഈ ബുക്കിൽ എഴുതാം. ഈ ബുക്ക് നോക്കുന്നതിൽ കൂടി ഞങ്ങൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് വളരെ ചിട്ടയോടുകൂടി വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ഇതിനെ കാണുകയും നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യുകയും നിങ്ങളെ മെൻ്റർ ടീച്ചറുടെ അഭിപ്രായങ്ങൾ നേടുകയും അതുപോലെ മറ്റുള്ള നാട്ടിലുള്ള മറ്റ് അറിവുള്ള നിങ്ങൾക്ക് ആക്സസ് ഉള്ള ഏത് ആളുകളിൽ നിന്നും നിങ്ങൾ എന്ത് വിവരം ശേഖരിച്ചാലും ആ വിവരം ആളുടെ പേരോടുകൂടി തന്നെ നിങ്ങൾക്ക് എഴുതാം. ഇന്നയാളിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന വിവരങ്ങൾ കിട്ടി. അതിനെ നിങ്ങൾക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അത് അന്വേഷിച്ചു കിട്ടി എന്നുള്ള കാര്യം അവിടെ റെക്കോർഡ് ചെയ്യാം. അതാണ് ഇത് ഈ ബുക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മൂല്യം. ഇനി അടുത്ത ചോദ്യം ആവട്ടെ. താങ്ക് യു സർ. എല്ലാ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ ആരെങ്കിലും ഒരാൾ ഒരു ചോദ്യം കൂടി ചോദിക്കുക. ശ്രീബുദ്ധ സെൻട്രൽ സ്കൂൾ കുട്ടി ആരാണുള്ളത്? ശ്രീബുദ്ധ സെൻട്രൽ സ്കൂൾ. സർ, ഞാൻ മുഹമ്മദ് തൗഫീഖ് ആണ്. ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചായിരുന്നു. അപ്പൊ സാർ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ 4 പേരുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഈ ചുറ്റുപാടും കാണുന്ന ഒരു പൊല്യൂഷൻ ആണ് ഈ കരിയില എടുത്തിട്ട് കത്തിക്കുക. എല്ലാ വീട്ടിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ നമുക്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു റിയാക്ടർ പോലെ ഈ കാർബണിനകത്ത് വരുന്ന ഡിസൈഡ് പൊല്യൂട്ടൻസ് ആയിട്ടുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ലൈം വാട്ടറിലോട്ട് കടത്തി വിട്ടിട്ട് അതിനൊരു നമുക്ക് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തുള്ള ഈ ഫ്യൂൽ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ് ഫ്യൂൽ കൊടുക്കുന്നത്. അപ്പം ഹൈഡ്രജൻ ഇലക്ട്രോളിസിസ് റിയാക്ടർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എല്ലാ വീട്ടിലും ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇത്തിരി ഇൻകം ചെലവ് കൂടിയ കാര്യമാണ്. അപ്പൊ അതൊരു ലാർജ് സ്കെയിലിലേ പറ്റൂ. അപ്പൊ അത് സ്വീകരിക്കപ്പെടുമോ സാർ? അല്ല, അത് നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പൊതുവെ എല്ലാവരെയും നേരിടുന്ന പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും അടുത്ത സെറ്റപ്പ് എന്താണ്? നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അതല്ലെങ്കിൽ കൊല്ലം നഗരത്തിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ. അപ്പോൾ അവരുമായിട്ടാണ് നിങ്ങളിത് ചർച്ച ചെയ്യേണ്ടത്. അവരുമായി ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കാണുന്ന പ്രായോഗിക വിഷമതകൾ എന്തൊക്കെയാണ്, അതുപോലെ അവർ ഇത് സ്വീകരിക്കുമോ, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുണ്ടോ. ഇനിയിപ്പോൾ സാമ്പത്തികമായ പ്രശ്നം ഉണ്ടെങ്കിലും ഇതാണ് ഏറ്റവും യുക്തമായ സൊല്യൂഷൻ എന്ന് നമ്മൾ ഇതിൻ്റെ അവതരണത്തിന് ശേഷം മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ നമ്മൾ ഗവൺമെൻറ്റിനെ നമുക്ക് മൂവ് ചെയ്യാം. ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കുന്നു, അത് ഗവൺമെൻറ് ഇടപെട്ട് അതിൻ്റെ പണമൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഫർദർ ഡെവലപ്മെൻറ്റ്, അതിന് വേണ്ടുന്ന എക്യുപ്മെൻറ്റോ എന്താണെന്ന് വെച്ചാൽ അതിനെ ലളിതമാക്കാനും എഫിഷ്യൻ്റ് ആക്കാനും ഒക്കെ അതൊക്കെ പിന്നെ ഗവൺമെൻറ് ലെവലിലേക്ക് പോകും. പക്ഷേ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത് വർക്കബിളായിട്ടുള്ള ഐഡിയാസാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിനൊന്നും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല.
ധൈര്യമായിട്ട് അതെല്ലാം അവതരിപ്പിച്ചോളൂ. അങ്ങനെയുള്ള ആ ലേക്ക് ഫോർഡ് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് ആരും സംസാരിക്കാം. ലേക്ക് ഫോർഡ് സ്കൂൾ അവർ Yes, sir. ഒരുപാട് സബ്മിറ്റ് ചെയ്തവരാണ്. പറഞ്ഞോ. സാർ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ചില കാർബൺ ന്യൂട്രൽ ടെക്നോളജീസ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്റ്റേറ്റിലൊന്നും ഇല്ല. പക്ഷെ അവര് അത്രയും മെച്ചൂർ ടെക്നോളജി ഒന്നും ഇല്ല, അർലി സ്റ്റേജിലാണ്. അങ്ങനത്തെ ടെക്നോളജി നമുക്ക് നമ്മുടെ ഐഡിയ ആക്കിയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുമോ? അതിന് ഇന്നോവേറ്റ് ചെയ്തിട്ട് ഐഡിയ ആക്കി എൻ്റർ ചെയ്യാൻ പറ്റുമോ? അല്ല, അത് നമ്മളെ ജഡ്ജിമാരല്ലേ തീരുമാനിക്കേണ്ടത്. നിങ്ങളത് ഏത് കാർബണിൻ്റെ ടെക്നോളജികളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഒന്നും ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ട് ഗവേഷണവും ചില പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്, കാരണം ഈ കാർബൺ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന് ഗ്രഫീൻ പ്രൊഡക്ഷൻ, അതിൻ്റെ ഉപയോഗം, അത് എത്രയോ മേഖലകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നാളത്തെ വലിയ വണ്ടർ മെറ്റീരിയലാണത്. ഇന്ന് തന്നെ വണ്ടർ മെറ്റീരിയലാണ്, നാളെ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വർക്ക് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രായോഗികമായ വർക്ക് നടക്കുന്നത് കേരളത്തിലാണ്, നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും. പിന്നെ ഈ ബയോചാർ, നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ കരിയിലകളുടെ പ്രശ്നം പറഞ്ഞു. ഞാൻ നേരത്തെ എൻ്റെ ഇപ്പോൾ യൂട്യൂബിലുള്ള ഒരു ടോക്കിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞായിരുന്നു. ബയോചാർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി ഉണ്ട്, BIOCHAR, ബയോചാർ. നമ്മൾ സാധാരണ ഈ ജൈവ വസ്തുക്കളെ, മാലിന്യങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെ നേരത്തെ നമ്മൾ ഡൈജസ്റ്റർ, അതായത് ബയോഗ്യാസ് പ്ലാന്റ് പോലെയുള്ള സംഗതികൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പരിസ്ഥിതിക്ക് മെച്ചപ്പെടുന്ന ഒരു ടെക്നോളജിയാണ് ബയോചാർ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ നിങ്ങൾ ബയോചാറിനെ കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങൾ കിട്ടും. അതൊന്നും നോക്കിയാൽ നമ്മൾ ഇതുമായിട്ട്, ഇപ്പം നിങ്ങളൊരു റിയാക്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എന്നിട്ട് ആ സംഗതിയും ഇതും തമ്മിലുള്ളൊരു കമ്പാരിസൺ ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അത് വളരെ വലിയൊരു മേഖലയാണ്. ഇപ്പം ഇതിൽ ഏറ്റവും വലിയ വർക്ക് ഇപ്പം ചെയ്ത് ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ തന്നെ ഒട്ടേറെ പ്രോജക്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്കും അത്തരം പ്രോജക്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ജർമ്മനിയിലുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. ആ ഗ്രൂപ്പിൻ്റെ അഡ്വൈസർ, അതിൻ്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മകള് തന്നെയാണ്. ഈ അഡ്വൈസർ എൻ്റെ കൂടെ ആഫ്രിക്കയിലും വേറെ പല സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തതാണ്. നമ്മളവിടെ ഈ ആഫ്രിക്കൻ പായലിൻ്റെ പ്രശ്നം, ലേക്ക് വിക്ടോറിയയിലുള്ള വലിയ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതൊക്കെയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോഴൊരു ബയോചാറിൻ്റെ ഐഡിയ കൊണ്ടുവന്ന് അദ്ദേഹം കേരളത്തിന് വേണ്ടി ഒരു പ്രപ്പോസൽ തന്നെ ഉണ്ടാക്കി. ഞാൻ വേറൊരു വേദിയിൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു ദിവസം ഒരു ഓൺലൈൻ ടോക്ക് കോവിഡ് കാലത്ത് നടത്തിച്ചായിരുന്നു. പക്ഷേ അതിനുശേഷം കേരളത്തിലുള്ള ആളുകൾ ആരും അതിനെ റെസ്പോണ്ട് ചെയ്തേയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം എൻ്റെ അടുക്ക വലിയ പരാതിയും പറഞ്ഞു. ഞാൻ ഇത്രയൊക്കെ മെനക്കെട്ട് നിങ്ങൾക്കൊരു പദ്ധതിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ആരും അതിനെ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. ചെറിയ സങ്കടമൊക്കെ പറഞ്ഞു. നമുക്കൊന്നും മറുപടി പറയാനില്ല. പക്ഷെ ഏതായാലും ഇത്തരത്തിൽ ഒരുപാട് വർക്ക് ലോകത്തിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാൾ എളുപ്പത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഉള്ള ചെറിയ സൂത്രങ്ങൾ നിങ്ങളുടെ തലയിൽ തന്നെ വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ തന്നെ നിങ്ങൾ ഈ ഇപ്പോൾ ടച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഏരിയകളിലും ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മളെ ഈ മൊത്തം ഈ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് നയിക്കുന്ന സംഗതികളാണ് എന്ന് മാത്രമല്ല അതിപ്പം വളരെ അർജൻറ്റുമാണ്. പിന്നെ ചില പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ലോക്കൽ ഗ്രൂപ്പ് ഇതുപോലെയുള്ള വിദ്യാർത്ഥികൾ ഇങ്ങനെയൊക്കെ പങ്കെടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ കണ്ടെയ്നർ അടിഞ്ഞു, അതിൽ നിന്നിപ്പോൾ ഒരുപാട് പൊല്യൂഷൻ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ളതാണ്. ഇപ്പോൾ വർക്കല അടിഞ്ഞ അവിടുത്തെ കെമിക്കൽസ് ആവില്ല ഒരുപക്ഷെ നമ്മൾ തിരുവനന്തപുരം ഇവിടെ അടുത്തെങ്ങാൻ ഉണ്ടെങ്കിൽ അവിടെ വരുന്നത്. കൊല്ലത്ത് വന്നിട്ടുള്ളത് വേറെ ഒന്നായിരിക്കാം, അതിനും മേലോട്ട് ആലപ്പുഴക്കടുത്ത് വന്നിരിക്കുന്നത് വേറെ വല്ലതും ആയിരിക്കാം. അപ്പോൾ ഇതിനെ നമ്മുടെ നാട്ടുകാർക്ക് തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അറിവെങ്കിലും കൊടുക്കാൻ നമ്മളെപ്പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് സാധിച്ചാൽ
അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെയും നാട്ടിൻ്റെയും സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഉടനെ വിദഗ്ധന്മാരെ ഇറക്കുമതി ചെയ്തു, അവർ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഇവിടുന്നൊക്കെ വിമാനത്തിൽ വന്ന് ഇതെല്ലാം നോക്കി നമ്മളോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന മാതിരി ഇതിനൊക്കെ പല എളുപ്പമായിട്ടുള്ള വഴികളുണ്ട്. ഞാൻ ജർമ്മനിയിൽ ഒരിക്കൽ എൻവയൺമെൻറ്റിന് ഒരു UN ഫെലോഷിപ്പിൽ പോയപ്പോൾ അവിടെ എന്നോടൊരു വിദഗ്ധനെ പോയി കാണാൻ പറഞ്ഞു. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ വലിയ കെമിക്കൽ ഫാക്ടറീസിൻ്റെ കെമിക്കൽ വേസ്റ്റ് ഈ ഡംപ് ചെയ്യും. വലിയ നമ്മളിപ്പോൾ വലിയ കുളന്മാർ കുഴിച്ചിട്ട് ഒരു ട്രെഞ്ച് കുഴിച്ചിട്ട് അതിനകത്ത് വളരെ ആഴത്തിൽ ഈ വേസ്റ്റൊക്കെ ഇടും. പക്ഷേ ഈ ചില കെമിക്കൽ വേസ്റ്റ് വളരെയധികം കാലം വളരെയധികം അതിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻസ് തന്നെ പലതരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ടാവും അതിൽ നിന്ന്. അത് മനുഷ്യരെ ഇപ്പോൾ ഗർഭവതികളായിട്ടുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അവർ ജനിക്കുന്ന തലച്ചോറില്ലാതെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ദോഷങ്ങളൊക്കെ ഇങ്ങനെയുള്ള അമേരിക്കയിലും ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിരുന്നു. ഈ ഇതിനെ കണ്ടിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം എന്ത് കൺസൾട്ടൻസിക്കും കാശൊക്കെ വാങ്ങുന്ന ആളാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഇന്ത്യയിലത്തെയും കേരളത്തിലെയും ചില പ്രശ്നങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ അത് ഒന്നും അയാൾ സീക്രട്ട് ഒന്നും വിട്ടുതരില്ല. അയാൾ അവസാനം പറഞ്ഞു, നിങ്ങൾ എന്നെ കൺസൾട്ടൻ്റായി വിളിക്കൂ, ഞാനെല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ 1 മണിക്കൂർ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞാൻ എൻ്റെ ലാബറട്ടറിയിൽ, ഞാനൊരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അറ്റാച്ച്ഡ് ആയിരുന്നു, അവിടെ വന്ന് ഞാനിതെല്ലാം കൂടി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തന്നെ അയാൾ എന്താ ചെയ്യുന്നതെന്നുള്ള ഐഡിയ മനസ്സിലാക്കി. അയാൾ ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ആ മണ്ണിനെ പുനരുജ്ജീവിപ്പിക്കാനുമുള്ള ചെറിയ സൂത്രങ്ങൾ ചെയ്ത് അയാൾ ആരെയും കാണിക്കില്ല, എല്ലാം മൂടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് അദ്ദേഹം ചില കൈക്കറികൾ ചെയ്ത് പുറത്തു വരും. കുറച്ച് കഴിയുമ്പോൾ ക്രമേണ ഈ ഏരിയയിലുള്ള ഈ കെമിക്കൽ റിയാക്ഷൻ ഇങ്ങനെ കംപ്ലീറ്റ് മാറിയിട്ട് പിന്നെ കുറച്ച് അദ്ദേഹം പറയും ഇത്ര കൊല്ലം കൊണ്ട് ഇത് ശരിയാവും. അപ്പോൾ അത്രയും കാലം കഴിയുമ്പോഴേക്കും അത് നല്ല മണ്ണായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് നോക്കിയപ്പോഴോ എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഊഹിച്ചെനിക്ക് പിടിക്കാൻ പറ്റിയത്, അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇങ്ങനെയുള്ള ഈ ഏരിയയുടെ ബോർഡർ ഏരിയ ഉണ്ടല്ലോ, വക്ക്, ഒരു വട്ടത്തിലുള്ള ഒരു കുഴിയാണെന്നുണ്ടെങ്കിൽ ആ കുഴിയുടെ വക്കിലുള്ള മണ്ണിൻ്റെ സാമ്പിള് അയാൾ ചെറിയ സാമ്പിൾ എടുത്ത് കൊണ്ടുവരും. എന്നിട്ട് അദ്ദേഹം കെമിക്കൽ ലാബറട്ടറിയിൽ കൊണ്ടുപോയി വലിയ പൈസ കൊടുത്തിട്ട് അതിൽ സർവൈവ് ചെയ്യുന്ന മൈക്രോബ്സ് എന്തൊക്കെയാണ്, സൂക്ഷ്മജീവികൾ എന്നുള്ളത് കണ്ടുപിടിക്കും. ആ സൂക്ഷ്മജീവികൾ ഇത്രയും വലിയ കെമിക്കൽ പൊല്യൂഷൻ്റെ ഇടയിലും അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനെ നേരിടാനുള്ള കഴിവുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഈ മൈക്രോബ്സിനെ അദ്ദേഹം നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ, ഈ ഏകകോശ ജീവികളൊക്കെ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അതിനുള്ള രൂപം എടുക്കും. നമ്മൾ കൾച്ചർ ചെയ്ത് അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കും. എന്നിട്ട് ആ വർദ്ധിപ്പിച്ചിട്ടുള്ള കൾച്ചർ ചെയ്ത സാമ്പിള് അവിടെ കൊണ്ടുപോയി വക്കിലിങ്ങനെ കുഴിച്ചിടും. അപ്പോൾ ആ വക്കിൽ നിന്ന് ഇവർ ഇതിൻ്റെ അകത്തോട്ടൊക്കെ പ്രയോഗിച്ച് അവിടെയുള്ള കെമിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇതിന് വലിയ ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം അതിൻ്റെ സീക്രട്ട് മനസ്സിലാക്കി അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നോവേഷൻ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും നമ്മളെ ഇവിടെ വരുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഇതുപോലെയുള്ള പല ഐഡിയാസും നമ്മുടെ തലയിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ്. അതുകൊണ്ട് നിങ്ങളുടെ തല ഇനി നന്നായി കാഞ്ഞ് വർക്ക് ചെയ്യട്ടെ. ഇത്തരത്തിലുള്ള ഒരുപാട് വലിയ സൊല്യൂഷൻസ് ഇതിൽ നിന്ന് പുറത്ത് വരുന്നതാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ ജൂൺ ആകുമ്പോഴേക്ക് നിങ്ങൾ അതൊക്കെ കാണിച്ചു തരണം. ഇനി അടുത്ത ചോദ്യം വരട്ടെ. അടുത്തത് GHSS തേവന്നൂർ ആരെങ്കിലും ഉണ്ടോ? GHSS തേവന്നൂർ എന്ന പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. സംശയങ്ങള് റെഡിയാണോ? അല്ലെങ്കിൽ SN പബ്ലിക് സ്കൂൾ വടക്കേവിള അടുത്തത് TK സെന്ററി പബ്ലിക് സ്കൂൾ കൊല്ലം. അത് സംസാരിച്ചു തോന്നല്ലോ അല്ലേ? ഉണ്ടോ സെന്ററി പബ്ലിക് സ്കൂൾ? ഇല്ലെങ്കിൽ സംസാരിക്കാം. അവിടെ ഒത്തിരി കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസാരിക്കുന്നുണ്ടോ?
ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ജയറാമനോട് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാൻ, കാരണം അദ്ദേഹം ഇത്രയും നേരം ഇരുന്നിട്ട് ഓക്കെ ഓക്കെ. ഒരു അപ്പൊ ഇനി ഒരെണ്ണം കൂടെ, അടുത്ത GHSS പുത്തൂർ. കുട്ടികളുണ്ടോ? GHSS പുത്തൂർ. സാർ ചോദിക്കോ, ഒരു സംശയം ചോദിക്കാം എന്തായാലും. സാർ പിന്നെ ഇപ്പം ഈ പ്രോജക്റ്റിന്റെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് UP-ന്ന് ഒരു ഗ്രൂപ്പിനെ മാത്രമേ എടുക്കത്തുള്ളോ? ഇത് UP ഗ്രൂപ്പ് എങ്ങനെ ഈ ഹൈസ്കൂൾ സെക്ഷനിലേക്ക് വന്നു? കുഴപ്പമില്ല. അപ്പൊ ചോദിച്ചോളൂ എന്താണ് ഒരു ഗ്രൂപ്പ് മാത്രമേ എടുക്കുള്ളൂ? അല്ലല്ല, ഒരു നിങ്ങളുടെ UP സെക്ഷനിൽ നിന്ന് 6ഓളം ഗ്രൂപ്പുകൾക്ക് വരെ ജോയിൻ ചെയ്യാം. 4 പേരുള്ള 6 ഗ്രൂപ്പുകൾ വരെ UP സെക്ഷനിൽ നിന്ന് പറ്റും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സെക്ഷനിൽ നിന്ന് 4 പേരുള്ള 6 ഗ്രൂപ്പുകൾക്ക് അതിൽ നിന്നും വരാം. അപ്പോൾ അത് രണ്ടും 2 കാറ്റഗറിയാണ്. UP-കാരുടെ കോൺടെസ്റ്റ് ഒരു സൈഡിലും മറ്റവരുടെ വേറൊരു സൈഡിലും ആയിരിക്കും നടക്കുക. അപ്പോൾ നിങ്ങളെ സ്കൂളിന് 2 ലിസ്റ്റിലും വരും കേട്ടോ. ഓക്കെ സാർ. UP-ക്ക് 6 കോൺടെസ്റ്റ് വരെ ടീം വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എത്ര ശരി. Sangvi, is it okay to present a solution that is deployed rarely in our state? Sangvi എന്ത് സംസാരിച്ചത് ക്ലാരിഫൈ ചെയ്തോ? സംസാരിച്ചോളൂ. തീർച്ചയായിട്ടും ആ കുട്ടി നേരത്തെ ചോദിച്ചതാണ്, ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചോദിച്ചോളൂ. നമ്മുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഹലോ സർ. നമ്മുടെ സ്റ്റേറ്റിൽ ഈ ഒരു മെത്തേഡ് ഉണ്ട്. ബട്ട് ഞങ്ങൾ ഈ പ്രസന്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഇല്ല. ബട്ട് ഈ കൺസെപ്റ്റ് നമ്മുടെ കേരളത്തിലും 2-3 സ്ഥലത്തൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് പ്രസന്റ് ചെയ്യുന്നത് ഓക്കെ ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം, അത് ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നതിനേക്കാൾ അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള ചെറിയ മാറ്റങ്ങൾ കൂടി നിർദ്ദേശിച്ചാൽ ഓക്കെ. അല്ലെങ്കിൽ വേറൊരു കൂട്ടർ ചെയ്യുന്നത് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ അവർ ഔദ്യോഗികമായിട്ട് ഒരു ഗവൺമെൻറ് ലെവലിൽ ചെയ്യുന്ന പ്രോജക്റ്റ് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി, അല്ലെങ്കിൽ അവിടുത്തെ കൃഷിക്കാരുടെ കോഓപ്പറേറ്റീവ്സ്, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെ സപ്പോർട്ടോടുകൂടി, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒക്കെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ഒരേ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയിലാവുന്നു. അതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഓർഗനൈസേഷൻ, സംഘാടനം വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാവുന്നു. അപ്പോൾ അങ്ങനെ സംഘാടനം മാറ്റുന്നത് വഴി സാമ്പത്തിക ലാഭം ഉണ്ടാവും, സമയലാഭം ഉണ്ടാവും. അതൊക്കെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇന്നോവേഷൻ നിങ്ങൾക്ക് അതിൽ അവർ ചോദിക്കും, ഇതിലെന്താണ് ഇന്നോവേഷൻ ഉള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതാണ് ഇതിലുള്ള ഇന്നോവേഷൻ, ഇതിങ്ങനെ ഇന്നേവരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വേഗത്തിൽ ചെയ്യാനും അതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ചെയ്യാനും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള സൂത്രം നാട്ടുകാരെ കൂടി ഇൻവോൾവ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഗ്രൂപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ പറയും ഇംഗ്ലീഷിൽ, അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇന്നേ രീതിയിൽ അവരെ പങ്കെടുപ്പിക്കാം. അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി, അവർ ചിലപ്പോൾ ശാസ്ത്രമൊന്നും പഠിച്ചവരാവില്ല. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ വിദ്യാർത്ഥികൾ പോയിട്ട് അവരെയൊക്കെ വിളിച്ചു കൂട്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇവരെ ഈ പ്രോജക്റ്റിൽ പങ്കെടുപ്പിക്കുക. അപ്പോൾ അതൊരു നല്ലൊരു ഇന്നോവേഷനാണ്. ചിലവ് കുറഞ്ഞ എന്നാൽ കൂടുതൽ ഫലപ്രദമായ ഒരു മെത്തേഡാണ്. അപ്പോൾ ദാറ്റ് ഓൾസോ ഈസ് എൻ ഇന്നോവേഷൻ എന്ന് പറയാണ്. അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ളതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വേണം. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു നേട്ടവും ഉണ്ടാവണം. അതിലൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ള സാറ് പറഞ്ഞതിനോട്, സംഘവി തന്നെ പറയുന്നുണ്ട് റെയർലി ബീൻ ഡിപ്ലോയിഡ് ഇൻ അവർ സ്റ്റേറ്റ്. അപ്പൊ നമ്മുടെ അവിടെ നടപ്പിലാക്കപ്പെടാത്തതിന്റെ കാരണം എന്ത്? ഇപ്പോൾ രാമൻ സാറ് പറഞ്ഞ പോലെ അതൊരു പക്ഷേ അവയർനെസ് കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഡിപ്ലോയ് ചെയ്യാമെന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യം. പക്ഷേ ഡിപ്ലോയ് ചെയ്യപ്പെടാത്തത് അത് ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അത് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിന്റെ മുകളിൽ പ്രവർത്തിക്കുമ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ആ ഇതിന്ന് കൊണ്ടുവന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റുകൾ അല്ലാതായി മാറുകയും ചെയ്യും അത്. ഓക്കെ. അപ്പോൾ ഇനി അങ്ങനെ ചോദിക്കാനില്ലെങ്കിൽ
ഇല്ലെങ്കിൽ ഡോക്ടർ ജയരാമൻ സാറ് ഞാൻ ആ, രണ്ട് മൂന്ന് കാര്യങ്ങൾ എൻ്റെ ആ, മനസ്സിൽ വന്ന കാര്യം പറയാം സാർ. ആ, ആ, ഇന്നോവേഷൻ്റെ ഒരു ഞങ്ങൾക്ക് ഇതേപോലെ സാറ് പറഞ്ഞ പോലെ ഒരു സ്പാർക്ക്, പെട്ടെന്ന് വന്ന ഒരു സ്പാർക്കിന്റെ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ ഏകദേശം ഒരു 20ഓളം പഞ്ചായത്തുകളിൽ വേലിയേറ്റ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിരുന്നു. അത് ബ്യൂറോ ഓഫ് കൾച്ചറൽ അഫയേഴ്സ് US-ന്റെ സപ്പോർട്ടോടുകൂടി ഫുൾ ബ്രൈറ്റ് അലുമിനൈസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഞങ്ങൾ ആദ്യം നേരിട്ടൊരു പ്രശ്നം, എത്ര വീടുകൾ വേലിയേറ്റ വെള്ളപ്പൊക്കത്തെ ബാധിക്കുന്നുണ്ട്, എപ്പോഴൊക്കെയാണ് ഇത് ബാധിക്കുന്നത്, ഇതിന്റെ ഫ്രീക്വൻസി എന്താണ്, ഇങ്ങനത്തെ ഒരു കണക്കും ആരുടെ കയ്യിലും ഇല്ലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കണക്കെടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചാലഞ്ച്. അപ്പൊ ചിലര് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ചില, പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള സാധനം, നിങ്ങൾക്ക് എന്തുകൊണ്ട് സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ചുകൂടാ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡ്രോൺ സർവേ ഉപയോഗിച്ചുകൂടാ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ സാറ്റലൈറ്റ് ഡാറ്റയുടെ ഒരു പ്രധാന പ്രശ്നം, നമ്മുടെ ക്ലൈമറ്റിൽ ക്ലൗഡ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ കാർമേഘങ്ങളുള്ള സമയത്ത് സാറ്റലൈറ്റ് ഡാറ്റകളൊന്നും വർക്ക് ചെയ്യില്ല. പിന്നെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് വീട്ടിന്റെ അടുക്കളയിൽ കയറുന്ന വെള്ളത്തിന്റെ അളവ് ഒരു ഡ്രോണിനും തരാൻ പറ്റില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇത് വ്യക്തികൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ, എല്ലാ വീടുകളിലുമുള്ള ഒരു കോമൺ വസ്തു എന്താണ് നോക്കിയപ്പോ കലണ്ടറാണ്. സാധാരണ കലണ്ടർ, നമ്മൾ വീട്ടിൽ ഓരോ മാസത്തെയും കലണ്ടറുകൾ തൂക്കിയിടുമല്ലോ. അപ്പൊ ഞങ്ങളൊരു കലണ്ടർ ഉണ്ടാക്കി. ഈ കലണ്ടറിൽ നിങ്ങളുടെ വീട്ടിൽ ഓരോ ദിവസവും എത്ര വെള്ളം കയറുന്നുണ്ട്, എപ്പോഴാണ് വെള്ളം കയറുന്നത്, ഏത് അളവ് വരെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള മൂന്നും രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ട് കുട്ടികൾ വഴി, സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും കുടുംബശ്രീയും ഹരിതകർമ്മസേനയും എല്ലാവരും ചെയ്ത് 10,000 വീടുകളിൽ ഞങ്ങൾ ഈ കലണ്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരുടെ തിരിച്ചു വാങ്ങി. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഡേറ്റ ഉണ്ട്. അതൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ ഡേറ്റ കളക്ഷൻ്റെ ഒരു മെത്തേഡായിട്ട് നമുക്ക് തോന്നും. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടും. അതൊരു എക്യുപ്മെന്റ്, സാറ്റലൈറ്റോ ഡ്രോണോ ഒന്നും വെച്ച് കഴിഞ്ഞാൽ കിട്ടാത്തൊരു ഡേറ്റയാണ്. അപ്പൊ അതൊരു ഉദാഹരണമായിട്ട് പൈസയും പോവും. പൈസയും ഇല്ല, എല്ലാവർക്കും എല്ലാ ദിവസവും കാണുന്ന കാര്യമാണ്. അവർക്കത് എഴുതി വെച്ചാൽ മാത്രം മതി. ആ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു കൃത്യമായിട്ടൊരു ധാരണ കിട്ടുകയും പിന്നീട് ഒരു ഡിസിഷൻ സപ്പോർട്ട് ഡാഷ്ബോർഡ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാനൊക്കെ അത് വളരെ ഉപകാരപ്രദമായത്. പിന്നെ മറ്റൊരു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ തുരുത്തിപ്പുറം ഭാഗത്തുള്ള കൂട് കൃഷിക്കാരെ ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കൂട് കൃഷി എന്ന് പറഞ്ഞാൽ കൊല്ലം, ആലപ്പുഴ ഭാഗത്തുള്ളവർക്കൊക്കെ എത്രമാത്രം പരിചയം ഉണ്ടെങ്കിൽ അറിയില്ല, ഉണ്ടാവണം. കാരണം ഇന്ന് പലതരത്തിലുള്ള കൃഷികൾ പരാജയപ്പെടുമ്പോൾ ആളുകൾ കൂടുകളിലാക്കിയിട്ട് കൃഷി ചെയ്യുകയും അതിൽ നിന്ന് വാസ്തവത്തിൽ ഒരുപാട് നമുക്ക് ലാഭം ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ അവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം പൊല്യൂഷനാണ്. പെട്ടെന്ന് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യവസായശാലയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വരുന്ന കൂട് മത്സ്യങ്ങൾ മുഴുവൻ വെച്ചു. അപ്പൊ ഇതിന് എന്താണ് ഒരു പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളത്, ഒന്ന് വെള്ളത്തിന്റെ ക്വാളിറ്റി കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഒരു കൂട് കൃഷിക്കാരൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ ഓർണമെന്റൽ ഫിഷസ് ഉണ്ടല്ലോ, വീടുകളിലൊക്കെ നമ്മൾ അക്വേറിയത്തിലൊക്കെ വളർത്തുന്ന ചെറിയ തരത്തിലുള്ള ഫിഷുകൾ, ഇത് വളരെ സെൻസിറ്റീവ് ആണ്. വെള്ളത്തിന് ചെറിയ രീതിയിൽ എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും ഇത് മരിച്ചു പോകും. അപ്പൊ ഇദ്ദേഹം ചെയ്തു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂട് കൃഷിയുടെ ചുറ്റുവട്ടത്ത് അദ്ദേഹം ചെറിയ ചെറിയ ഓർണമെന്റൽ ഫിഷുകൾ വളർത്തുകയും അത് നോക്കാനായിട്ട് ഒരു ക്യാമറ വെക്കുകയും ചെയ്തു. ഈ ഓർണമെന്റൽ ഫിഷിന്റെ ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്പൊ പുള്ളിക്ക് നേരത്തെ ഒരു മുൻസൂചന കിട്ടുകയാണ് മറ്റ് മത്സ്യങ്ങളെയും കൂടി അഫക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ വെള്ളം മോശമായി തുടങ്ങി എന്നുള്ളത്. ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടൊന്ന് ആലോചിക്കാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾക്കും ചിന്തിക്കാവുന്നതാണ്. ഞാൻ 2 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളും കൂടി നമ്മൾ നേരത്തെ രാമൻ സാർ വീണ്ടും 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 പറഞ്ഞൊരു കാര്യമുണ്ട്, നാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആയിട്ടാണ് ഇത്തരം ഇത് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞ കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിന് നമ്മൾ ഇലക്ട്രോളിസിസ് ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കി ഹൈഡ്രജൻ കത്തിച്ച് കരിയില കത്തിക്കുമ്പോൾ ആ ഇലക്ട്രോളിസിസ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന വൈദ്യുതി എവിടുന്ന് വരുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. അത് നമ്മുടെ ഗ്രിഡിൽ നിന്നുള്ള കൽക്കരി ഉപയോഗിച്ചുള്ള വൈദ്യുതി ആണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പ്രൊജക്ടിന് ഒരു കാർബൺ ന്യൂട്രൽ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ചിലപ്പോൾ പോയില്ല എന്ന് വരും. അപ്പൊ അങ്ങനെ ആലോചിക്കുകയും കൂടി വേണം എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാവുന്നത് എന്നുള്ളത്.
വേറെ കൂടുതലായിട്ടൊന്നും എനിക്ക് ആഡ് ചെയ്യാനും തോന്നുന്നില്ല. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയുന്നത്. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ചും ഡോക്ടർ ജയരാം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഈ ആശയം നേരത്തെ ഡോക്ടർ ജയരാമൻ നമ്മുടെ ഇതിൽ ടോക്ക് ഒരെണ്ണം നടത്തിയായിരുന്നു. അപ്പോഴും ഇതുപോലെയുള്ള ചില ആശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മൾ കാശ് ചെലവില്ലാതെ ഇവിടെയാണ് ആ ജനകീയ അപ്രോച്ച് ഉണ്ടല്ലോ, എങ്ങനെയാണ് നമ്മൾ സമൂഹത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഗവേഷണവും ഇന്നവേഷനും ഇതെല്ലാം തന്നെ അങ്ങനെ പങ്കെടുപ്പിച്ചാൽ വളരെയേറെ ഗുണമുണ്ട്. അതിലൊന്ന്, അത് പിന്നീട് ചെയ്യാൻ ഈ നാട്ടുകാർക്ക് തന്നെ അതിനെന്തെങ്കിലും ചെറിയ ആവശ്യം വരുമ്പോൾ വിദഗ്ധന്മാരെ വിളിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതിൻ്റെ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് അവർ മാറിക്കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടാവുന്ന ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതി. നേരെ മറിച്ച് മറ്റേ അങ്ങനെയല്ല, ഒരു വിദഗ്ധം വന്ന് അവിടെ പഠിക്കുകയൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളുമാണ് ഇതിന്. ആ ഒരു ആംഗിൾ കൂടി ഇതിൻ്റെ നമ്മൾ കാർബൺ ന്യൂട്രൽ ലിവിങ് എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മളതിൽ എടുക്കണം. അതാണ് അങ്ങനെയുള്ള ഐഡിയാസ്. നിങ്ങൾ ഇതിനൊന്നും ഇനി കൂടുതൽ സമയമൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം മുഴുവൻ പോയല്ലോ എന്ന് വിചാരിക്കരുത്. ഇതിങ്ങനെയാണ്, അല്ല ഇതിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഈ സ്പാർക്ക് എന്ന് പറയുന്ന സംഭവം, ഈ ഇന്നവേഷനിൽ സാധാരണ ഞങ്ങൾ ഇന്നവേഷൻ കോൺടെസ്റ്റ് എൻജിനീയറിങ് സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവർക്ക് 1 മിനിറ്റ് സമയമാണ് നമ്മൾ കൊടുക്കുക. പിച്ച് ചെയ്യാൻ പറയും. അതായത് അവരുടെ ആശയം 1 മിനിറ്റ് കൊണ്ട് ഈ കേൾക്കുന്ന വിദഗ്ധന്മാർക്ക് ബോധ്യമാവുന്ന തരത്തിൽ അവർ പറയണം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിൽ പ്രശ്നം പറയണം, പരിഹാരം പറയണം. അപ്പോൾ അത്രയും അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് അത് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചിന്തിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഇന്നവേഷനിൽ നമ്മൾ മൈൻഡിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം വരുന്നതിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോഴും കണ്ടുപിടുത്തങ്ങളും ഇന്നവേഷൻസൊക്കെ തന്നെ ലാബറട്ടറികളിൽ നിന്ന് വരുന്നത് മാത്രമേ ആവുള്ളൂ എന്ന്. സത്യത്തിൽ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ഈ നൂറ്റാണ്ടുകളോളം സ്വാധീനിച്ചിട്ടുള്ള ഒട്ടേറെ കണ്ടുപിടുത്തങ്ങളും ഇന്നവേഷൻസൊക്കെ തന്നെ, പുതുമകളൊക്കെ തന്നെ വളരെ ചെറിയ തോതിൽ വലിയ വിദ്യാഭ്യാസമില്ലാത്തവർ അവരവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള. അതുകൊണ്ടാണ് ഈ അധ്വാനം തന്നെയാണ് സമ്പത്ത്, അത് തന്നെയാണ് ശാസ്ത്രം എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആളുകളുടെ നിത്യജീവിതാനുഭവങ്ങളിൽ, അതുകൊണ്ടാണ് നമ്മൾ ചുറ്റുപാടും നോക്കി നമ്മൾ പ്രശ്നങ്ങൾ എടുക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, നമ്മൾ നമ്മുടെ തന്നെ ജീവിതത്തെ, നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതത്തെ, നമ്മുടെ വീട്ടിലത്തെ തന്നെ ജീവിതം എങ്ങനെയാണ് പോകുന്നതെന്ന് ഇപ്പോഴത്തെ പല കുട്ടികളും ശ്രദ്ധിക്കാറേ ഇല്ല. അവരവരെ സ്കൂളിൽ പോവുക, പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കോൺടെസ്റ്റിലൊക്കെ പങ്കെടുക്കുക, അത് പോരാ. നമ്മളെ വീട് എങ്ങനെയാണ് ജീവിക്കുന്നത്, വീട്ടിലെ അയൽക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള, അതിനാണ് നമ്മൾ സോഷ്യൽ കണക്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇത് നമ്മളെ നാട്ടിൽ ഇന്ന് വളരെയധികം നഷ്ടപ്പെട്ടു പോയിരിക്കുക. അവിടെയാണ് നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെങ്കിലും ചുറ്റുപാടും നോക്കി ഈ സോഷ്യൽ കണക്ട് എന്ന് പറയുന്ന, അതായത് സമൂഹമായിട്ടുള്ള ആ അഭേദ്യ ബന്ധമുണ്ടല്ലോ, അത് മുറിയാൻ അനുവദിക്കാതെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഒട്ടേറെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ലോകത്തിൽ അതിന് ഒരു ഉദാഹരണം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ ചൈനയിലുള്ള യാങ്സി നദിയിൽ, അവിടെയാണ് ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ എൻജിനീയറിംഗ് പ്രോജക്റ്റ് ആയിട്ടുള്ള 3 ഗോർജസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് 22,500 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി. നമ്മൾ കേരളം ആകപ്പാടെ ഉപയോഗിക്കുന്നത് 5000 മെഗാവാട്ട് വിദ്യുച്ഛക്തിയാണ്. അപ്പോൾ ഒരൊറ്റ പവർ സ്റ്റേഷനിൽ നിന്ന് 22,500 ഈ നദിയിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിനു മുമ്പ് വെള്ളപ്പൊക്കം വഴി ലക്ഷക്കണക്കിന് ആളുകൾ 2-3 വർഷം കൂടുമ്പോൾ മരിച്ചു പോവുക, കന്നുകാലികൾ ഇതെല്ലാം ഒലിച്ചു പോകും, അവരുടെ കൃഷി കംപ്ലീറ്റ് പോകും, പിന്നെ കുറേ കാലം അവർ പട്ടിണിയിലാണ്. ഇങ്ങനെയൊക്കെ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇവർ അണക്കെട്ട് കെട്ടാൻ ആലോചിച്ചതും പിന്നെ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി എടുക്കാമെന്ന് ആലോചിച്ചത് ഒക്കെ കൂടി. അപ്പോൾ അന്ന് ഇവർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മട വീഴുക എന്ന് പറയും, ഇതിൻ്റെ ബണ്ടുകൾ കെട്ടിയിട്ട് ഇതിനേക്കാൾ പാടത്തേക്കാൾ ഉയരത്തിലുള്ള ഇതിൽ കൂടിയാണ് ചില ഭാഗങ്ങളിൽ നദി പോകുന്നത്.
അപ്പോൾ ഈ വലിയ മഴക്കാലത്ത് വലിയ വെള്ളമൊഴുക്ക് വരുമ്പോൾ ഈ ബണ്ടുകൾ പൊട്ടിയിട്ട് ആണ് ഇത് പ്രളയം ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അത് വരും ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോകുന്നു. അപ്പോൾ അവിടെയൊക്കെ അന്ന് ഈ ബണ്ടുകൾ എങ്ങനെ പൊട്ടുമ്പോൾ, എങ്ങനെയെങ്കിലും പൊട്ടാറാവുമ്പോൾ എങ്ങനെ അടക്കണം, എങ്ങനെ തടുത്തു നിർത്തണം എന്നുള്ളതൊക്കെ അന്ന് അവിടെ ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരുന്നത്. പഴയ കാലത്ത് ഞാൻ അതിൻ്റെ കുറേ വീഡിയോ ഒക്കെ ചൈനയിൽ താമസിക്കുന്ന കാലത്ത് കാണുകയുണ്ടായി. അപ്പോൾ നാട്ടുകാരും അവിടുത്തെ അവിടെ പാർട്ടി പ്രവർത്തകരും അങ്ങനെയാണ് അവിടുത്തെ സംവിധാനം. പാർട്ടി സെക്രട്ടറിയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള ആളുകളെല്ലാം അവർ വന്നിട്ട് നാട്ടുകാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ സംഗതികളൊക്കെ ചെയ്യുന്നത്. അതിൽ കുറേ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള ഇത്രയും വലിയ നഷ്ടം വന്ന് അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ്. അതിൽ നിന്ന് ഒരുപാട് ഇലക്ട്രിസിറ്റിയും ഒരുപാട് ഗതാഗത സൗകര്യങ്ങളും ഇങ്ങനെ പല ഇതുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ള സമയമില്ല. ഞാൻ പറഞ്ഞത് എവിടെയായാലും നമ്മൾ ഏത് രാജ്യത്തായാലും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രോജക്റ്റുകൾക്കാണ് സത്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും മൂർച്ചയുള്ള എന്താണ് പറയുക, അതിൻ്റെ ഒരു കുന്തമന നൽകാൻ കഴിയുക. നമുക്ക് ഏത് പ്രശ്നത്തിനെയും നമുക്ക് പരിഹരിക്കാൻ. കാരണം ആളുകളുടെ കാലാകാലങ്ങളായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അത് നമ്മൾ ഈ സയൻറ്റിഫിക് ഇക്വേഷൻസിലൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആ അറിവിൽ നിന്നാണ് നമ്മളെ സയൻറ്റിഫിക് അറിവുകൾ വെച്ചിട്ട് നമ്മൾ അതിലുള്ള ശരിയും തെറ്റും കണ്ടുപിടിച്ച് അതിലുള്ള ശരിയിലേക്ക് നമ്മൾ എങ്ങനെ നമുക്കത് ഉപയോഗിക്കാം, അതിലെ തെറ്റുകൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഇങ്ങനെയുള്ള അതിനെക്കുറിച്ചുള്ള പഠനവും നല്ലൊരു എക്സസൈസ് ആയിരിക്കും. അതെല്ലാം ഈ കാർബൺ ന്യൂട്രൽ ലിവിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളെ കുട്ടനാട് പഴയ കാലത്ത് പെട്ടിയും പറയും വെച്ചിട്ടാണ് അന്ന് മഴക്കാലത്ത് വെള്ളം പമ്പ് ചെയ്യുന്നത്. അത് ഇപ്പോഴും പെട്ടിയും പറയും സംവിധാനത്തിൽ ആളുകൾക്ക് അവിടെ നിന്ന് ചില ഷോക്ക് അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പഴയ കാലത്ത് ഒരു 50 വർഷം മുമ്പ് അവിടെ എത്രയോ ഷോക്ക് അടിച്ച് മരിച്ച ഒരുപാട് മഴക്കാലത്ത് ഒരുപാട് പേര് അവിടെ ഷോക്ക് അടിച്ച് മരിക്കും. 8-10 പേരൊക്കെ ഒരു ചെറിയൊരു പ്രദേശത്ത് നിന്ന് ഇത്രയും വരുന്നത്. കാരണം ആ മഴക്കാലത്ത് അവരുടെ കൃഷിയും ഒക്കെ സംരക്ഷിക്കാൻ അവിടുത്തെ ആളുകൾ ഇതൊന്നും നോക്കാതെ ചാടിയിറങ്ങി ഒക്കെ പോകുന്ന ഇതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നാട്ടുകാരുടെ അറിവിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പുതിയ സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശ്രമം കൂടി നിങ്ങൾ നടത്തുക. ഇനി വേറെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുത്ത് രജിസ്റ്റർ ചെയ്യണം. ഞാൻ പറഞ്ഞ മാതിരി അതിനെക്കുറിച്ച് ഞങ്ങൾ നാളെ തന്നെ ഇമെയിലിൽ കൂടിയും വാട്സപ്പിൽ കൂടിയും ഈ പറഞ്ഞ പോയിൻറ്റ്സ് വളരെ ഹ്രസ്വമായിട്ട് എഴുതി അയക്കാം. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തോന്നുന്ന വിദ്യാലയങ്ങളിലത്തെ മറ്റ് ഗ്രൂപ്പുകൾ കൂടി പാസ് ഓൺ ചെയ്യുക. എന്നിട്ട് പരമാവധി പേര് ഇതിൽ പങ്കെടുത്താൽ മാത്രമേ IREA പോലെയുള്ളൊരു സ്ഥാപനത്തിന് ഇങ്ങനെ ഒരെണ്ണത്തിന് അവർ കാശ് മുടക്കി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യിക്കുന്നതിന് ഇനിയും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ നിർദ്ദേശിക്കുന്ന സൊല്യൂഷൻസ് നടപ്പാക്കാൻ വേണ്ടി ഒരുപക്ഷെ ഫാക്ടറി നാളെ അടുത്ത കൊല്ലം ഫണ്ട് നീക്കി വെച്ചു എന്ന് വരും. അത് വളരെ നല്ലതാണെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അവർക്ക് കൂടി തൃപ്തിയാവുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും ഇതിൽ വളരെ ഉത്സാഹത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും ഈ പ്രോജക്റ്റുകളുടെ കോൺടെസ്റ്റിന് വേണ്ടി തയ്യാറായി വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി ജയറാമിനെ വാക്ക് പറയണമെന്ന് ആഡ് ചെയ്യുക. പ്രത്യേകിച്ചൊന്നുമില്ല സാർ, സമയമായല്ലോ നമുക്ക്. രത്നകുമാർ, യു ക്യാൻ ക്ലോസ്. സിദ്ധാർത്ഥനെ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. സിദ്ധാർത്ഥൻ എന്താ ഒരു കൈ പൊക്കിയിരിക്കുന്ന സാർ, എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് സാർ. ഓ, നമ്മള് റിസ്ക് ആയിട്ടുള്ള സംഭവം നമ്മുടെ പ്രോജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, ഞങ്ങള് ഇല കത്തിച്ച് അതിൽ നിന്ന് കാർബൺ കുറയ്ക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ അകത്ത് ഹൈഡ്രജനാണ് ഞങ്ങൾ ഫ്യൂവലായിട്ട് എടുക്കുന്നത്. അത് ഈ ഹൈഡ്രജന്റെ അളവ് ഞങ്ങൾ കൺട്രോൾ ചെയ്തെങ്കിൽ അത് എക്സ്പ്ലോഷൻ വരെ സംഭവിച്ച് ആൾക്കാർക്ക് മരണത്തിന് പോലും കാരണമാവത്തില്ല. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ RTG വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നിങ്ങൾ ഇതുപോലെയുള്ള അപകടകരമായ സംഗതികളൊന്നും ഹാൻഡിൽ ചെയ്യണം എന്ന് ഈ പ്രോജക്റ്റ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്ത് കാണിക്കണം എന്ന് പറയുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻസ് നിങ്ങൾ അവിടെ അവതരിപ്പിച്ചാൽ മാത്രം മതി. അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയും വെച്ചോളൂ. അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ. അതല്ല സാർ, കുറച്ചുകൂടെ സേഫ് ആയിട്ട് അല്ല, ഇങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടുന്ന ഏത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിനും സേഫ്റ്റി നിയമങ്ങളെല്ലാം എവിടെയായാലും എല്ലാവരും പാലിക്കണം. നമ്മൾ വീട്ടിലായാലും
ലാബറട്ടറിയിലായാലും സ്കൂളിലായാലും കോളേജിലായാലും നമ്മൾ എന്ത് പരീക്ഷണം ചെയ്യുമ്പോഴും അതിന് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാവിധ സുരക്ഷാ പരിഗണനകളും നിങ്ങൾ പാലിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടുള്ളൊരു ഫിസിക്കൽ പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനെയുള്ള ഗുണമുണ്ടാവും എന്ന് നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്ത് ഞങ്ങളെ ബോധ്യപ്പെടുത്താമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത് പിന്നെ എങ്ങനെ സേഫായിട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷം നിങ്ങളോട് ആ പ്രോജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറയും. അതൊക്കെ ഈ പ്രോജക്റ്റിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. ഈ പ്രോജക്റ്റിൻ്റെ അകത്ത് നമ്മൾ അത്തരത്തിലുള്ള ഒരു അപകടകരമായ പ്രോജക്റ്റും ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ആശയം മാത്രമേ വേണ്ടൂ. അതിൽ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപകടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ക്ലിയർ ആയല്ലോ? യെസ് ഡോക്ടർ രത്നകുമാർ, നമുക്കതിന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? റിക്വസ്റ്റ് എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇമെയിലായിട്ട് നിങ്ങൾ ഓരോ കുട്ടികൾ പങ്കെടുത്ത കുട്ടികൾ നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡേഴ്സിന് ഇമെയിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മൾ മെയിൽ അയക്കാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ പലപ്പോഴും സ്കൂളിലെ ടീച്ചർ പേരിച്ചയക്കുമ്പോൾ അത് പലപ്പോഴും ഡിലേ വരുന്നുണ്ട്, നിങ്ങളെല്ലാം സാധനം എത്തുന്നില്ല. പ്രോജക്റ്റ് നമ്മൾ വളരെ കോമ്പറ്റീഷൻ ആയതുകൊണ്ടും ഓരോ ഗ്രൂപ്പ് ലീഡർ അപ്പൊ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം നമുക്ക് ഇമെയിൽ. അപ്പൊ നിങ്ങളെ ഇത് ഇമെയിലായിട്ട് ഗ്രീൻജി ഫോറം 3 ജിമെയിലോട്ട് നിങ്ങളെ ഇമെയിൽ തന്നാൽ നിങ്ങൾക്ക് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ അയക്കാൻ പറ്റും. കാരണം ഇനി നമുക്ക് സമയം വളരെ കുറവാണ്. അതാണ് നമ്മളെ പ്രശ്നമൊന്ന്. രണ്ടാമത് നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ യൂട്യൂബ് ചാനൽ ഇടുന്നത് അതിനകത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോ ഇപ്പൊ തന്നെ 13ഓളം വീഡിയോ റെക്കോർഡഡ് നമ്മളെ സ്പീച്ചുകൾ അതിനകത്തുണ്ട്. ഇന്നത്തെ ക്ലാസ്സിന്റെ നമ്മൾ വീഡിയോനകത്ത് ഇടും. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് അവസാന പരിപാടിയുടെ അവസാന നിലയിൽ നമുക്ക് ജൂൺ 5 കാര്യം കൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നമുക്കറിയാം ഇന്ന് ഈ പ്രോജക്റ്റിന്റെ മാസത്തില് VK ദാമോദർ സാറിന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഈ കാർബൺ ന്യൂട്രൽ ലിവിംഗ് എന്നുള്ളത്. അത് വളരെയേറെ യജ്ഞം എടുത്തിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ആ ഇന്നോവേഷനെ കുറിച്ച് ഐഡിയ തരാൻ വേണ്ടി തന്നെ നമ്മൾ എത്രയോ വിദഗ്ധർ ലോകപ്രശസ്തരായ പല ശാസ്ത്രജ്ഞന്മാരും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ എഫേർട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് അതിനകത്ത് വിസ്മരിക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹമാണ് ഈ പ്രോജക്റ്റിന്റെ ബാക്ക് ബോൺ. അദ്ദേഹത്തിന് പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും സമയം നമ്മോട് ചെലവഴിച്ചതിന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക നന്ദി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. എൻ്റെ മിസ്റ്റർ ജയറാമൻ, സി ജയറാമൻ, എനിക്ക് വന്ന് ഞങ്ങൾ തമ്മിൽ ഒരു 10-30 കൊല്ലത്തോളം അടുപ്പമുള്ളതാണ്. PCRAയുടെ കോർഡിനേറ്റർ ആയ സമയത്ത് ഞാൻ എനർജി കൺസൾട്ടൻസി സൊസൈറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റൊക്കെ ആയ സമയത്ത് ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആണ്, കാര്യങ്ങൾ ശരിക്കും പഠിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് US നിന്ന് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇക്കിനോക് എന്നുള്ള ഒരു സ്ഥാപനത്തിന്റെ MD ആണ്. അപ്പോൾ ഇതിൽ ഇത്രയും സ്ലോയില്ല ഇരുന്നിട്ട് തന്നെ അദ്ദേഹം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ജയറാമന് ഹാർദമായ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ ടീച്ചർമാര്, അതുപോലെ അധ്യാപകര്, ഒരുപാട് ആൾക്കാർ ഇപ്പം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അവസാനം 1.5 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ അവസാനം വരെ ആൾക്കാരും പോകുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ആൾക്കാർ പോയി തുടങ്ങിയത്. നിങ്ങളുടെ ഒരു പ്രത്യേക താല്പര്യത്തിന് പ്രത്യേകം നന്ദി. നിങ്ങളോട് നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ പ്രോജക്റ്റുമായിട്ട് സഹകരിച്ച് ദാമോദർ സാർ പറഞ്ഞ കണക്കുപോലെ ഇതൊരു ഇന്ത്യയിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നമ്മളുടെ ഒരു പ്രോജക്റ്റാണ്. ശരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈസോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ദേശീയ ലെവലിൽ പോലും അംഗീകരിക്കപ്പെടുന്ന രീതിയിലോട്ട് വളരാനുള്ള സാധ്യതയുണ്ട്. കാരണം ദാമോദർ സാറിനൊക്കെ അറിയാം, അദ്ദേഹത്തിന് ലോകത്ത് ദേശീയ തലത്തിലും ലോകത്തിലും ഒക്കെ വളരെയധികം കോൺടാക്ട് ഉള്ള ആളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ഭാവി ഇതിനകത്ത് കിട്ടും. അതുകൊണ്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൽ പങ്കെടുക്കണം. അതുപോലെ നിങ്ങളെ ഈ ഗ്രൂപ്പിൽ വരാത്ത ആൾക്കാർക്കും ഈ മെസ്സേജ് നിങ്ങൾ എത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിർത്തട്ടെ സാർ.